ഒരുപാട് പേരുടെ ജീവിത സ്വപ്നങ്ങൾ മണ്ണടിഞ്ഞു പോയ ദുരന്ത കഥയാണ് മൂന്നാറിലെ പെട്ടിമുടി ഇപ്പോഴും നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ എത്ര പേര് ബാക്കിയായി പെട്ടിമുടിക്ക് ശേഷം? പെട്ടിമുടിക്ക് ശേഷം 4 പേരുണ്ട്. ഞാൻ എന്റെ ചേച്ചിയും ഈ ചേട്ടനുണ്ട്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ബോഡി എടുക്കുമെന്ന് വെച്ചാൽ കിടന്ന് പുതപ്പിന്റെ അകത്തിരുന്ന ബോഡി എടുത്ത് സ്വന്തം അമ്മയുടെ ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പോയില്ലെന്ന് വെച്ചിട്ട് ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ബ്രില്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ സപ്പോർട്ടീവ് ആണ്. ഞാൻ അങ്ങോട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എനിക്കിങ്ങനെ ഒരു ഡ്രീം ഉണ്ട്. അതെ അതെ, ബ്രില്യൻ ആണ് എന്നെ ഫീസില്ലാതെ 1 വർഷം ഫുള്ള് പഠിപ്പിച്ചത്. ട്യൂഷൻ ഫീസ് വാങ്ങിച്ചില്ല, ഹോസ്റ്റലിലെ ഫെസിലിറ്റീസ് എല്ലാം. ഇനി എവിടെയെങ്കിലും നല്ലൊരു പോസ്റ്റിൽ എത്തിപ്പെടുന്നവരെ നമ്മളൊക്കെ കൂടെ ഉണ്ടായിരിക്കും. എന്റെ വീട് കറക്റ്റ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്കും എന്റെ അച്ഛന്റെ ഇരകുളം നാഷണൽ പാർക്കിന്റെ യൂണിഫോം, ആ യൂണിഫോം അങ്ങനെ മടക്കിയതുപോലെ പുതുതായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ അമ്മയുടെ ഒരുപാട് നൈറ്റി അങ്ങനെയൊക്കെ കുറെ സാരികളൊക്കെ, ഡ്രസ്സിന്റെ കുറച്ച് പീസസ് ഒക്കെ ഉണ്ടായിരുന്നു. കളിപ്പാട്ടങ്ങൾ, ടെഡിബിയർ, അങ്ങനെ കുറെ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം എടുക്കാൻ ആരും സമ്മതിച്ചില്ല. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് മൈ ജി ഫ്ലവേഴ്സ് ഉരുക്കോടി. ഒരുപാട് പേരുടെ ജീവിത സ്വപ്നങ്ങൾ മണ്ണടിഞ്ഞു പോയ ദുരന്ത കഥയാണ് മൂന്നാറിലെ പെട്ടിമുടി ഇപ്പോഴും നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പെട്ടിമുടിയിൽ നിന്ന് ഒരു ഡോക്ടർ ഉണ്ടാകാൻ പോകുന്നു. ഗോപിക ജി ഫസ്റ്റ് ഇയർ MBBS പഠിക്കുന്നത്. പക്ഷെ പെട്ടിമുടിയിലെ ആദ്യത്തെ ഡോക്ടർ ആയിരിക്കും ഗോപിക. ഗോപിക വരികയാണ് ഒരു മത്സരാർത്ഥിയായി. തോരാതെ പെയ്ത പെരുമഴയും നനച്ചിരിക്കാത്ത മണ്ണിടിച്ചിലും ഇടുക്കി ജില്ലയിലെ പെട്ടിമുടി ഗ്രാമത്തെ തുടച്ചു നീക്കിയപ്പോൾ ഗോപികയ്ക്ക് നഷ്ടമായത് മാതാപിതാക്കളെയും അടുത്ത ബന്ധുക്കളായ 24 പേരുടെ ജീവനുമായിരുന്നു. വീട് മാത്രമല്ല, ജീവിതത്തിന്റെ പ്രതീക്ഷകളും മണ്ണിനടിയിലായ ആ ദുരന്ത ഭൂമിയിൽ നിന്നും തിരിച്ചുപിടിച്ച മനക്കരുത്തുമായി ഗോപിക ഇപ്പോഴെത്തിയിരിക്കുന്നത് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ MBBS വിദ്യാർത്ഥിനിയായ ഗോപികയുടെ പഠന ചെലവുകൾ ഏറ്റെടുത്തത് സംസ്ഥാന സർക്കാരാണ്. +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയാണ് പെട്ടിമുടി ദുരന്തത്തിന് ശേഷമുള്ള ജീവിത നൈരാശ്യത്തെ ഗോപിക അതിജീവിച്ചത്. തുടർന്നാണ് ജീവിതാഭിലാഷമായ ഡോക്ടർ പ്രൊഫഷനിലേക്ക് എത്തുവാൻ MBBS വിദ്യാർത്ഥിയാകുവാനുള്ള ഗോപികയുടെ തീരുമാനം. സർക്കാർ മാത്രമല്ല, സഹപാഠികളും ഗോപികയെ കൈവിടാതെ ചേർത്ത് നിർത്തുമ്പോൾ ജീവിതത്തിലെ വലിയ നഷ്ടബോധങ്ങൾ മറക്കാൻ ശ്രമിക്കുകയാണ് ഈ മെഡിക്കൽ വിദ്യാർത്ഥിനി. മണ്ണോട് മണ്ണടിഞ്ഞെന്ന് കരുതിയ സ്വന്തം ജീവിതത്തെ പുതിയ പ്രതീക്ഷകളിലേക്ക് സ്വയം കൈപിടിച്ചുയർത്തിയ ആത്മവിശ്വാസവുമായി അറിവിന്റെ വേദിയിലേക്ക് ഗോപിക വരുന്നു. വണക്കം ഗോപിക. വണക്കം ഗോപിക. വണക്കം സർ. സൗഖ്യവർക്ക്? സൗഖ്യം. ഇപ്പൊ ഇവിടെ ഏത് മെഡിക്കൽ കോളേജാണ് പഠിക്കുന്നത്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട്. പാലക്കാട്. സൂപ്പറായിട്ട് പോകുന്നുണ്ടല്ലോ. അതെ. ഓക്കെ, നന്നായി. ഗോപിക, ഇന്ന് കൂടെ ആരാ വന്നിരിക്കുന്നേ? കസിൻ ബ്രദറാ. ഉങ്ക പേരെന്നാ? രാജേഷ്. രാജേഷ് ഫ്രം കോയമ്പത്തൂർ. കോയമ്പത്തൂർ അല്ലേ? ഓക്കെ. അപ്പൊ മലയാളം കുറച്ച് അത് മതി. ഇവിടെ നമുക്കും തമിഴും അത്രേ അറിയൂ. അപ്പൊ കുഴപ്പമില്ല, നമ്മൾ മലയാളവും തമിഴും തമ്മിൽ ഇവിടെ ഒരു അടി നടക്കും. കുറച്ച് തമിഴ് അറിയാം, താങ്കൾ കുറച്ച് മലയാളം അറിയാം അല്ലേ? ഓക്കെ, റെഡി. യഥാർത്ഥത്തില് 2020 ഓഗസ്റ്റ് 6 പെട്ടിമുടി എന്നാണ് എനിക്ക് അല്ലേ? പെട്ടിമുടി എന്ന് കേൾക്കുമ്പോ
ഇപ്പൊ എന്താ മനസ്സിൽ തോന്നുന്നത്? ഞാൻ ജനിച്ചത് എവിടെയാണ്, വളർന്നത് എവിടെയാണ് എന്ന് വെച്ചാ ആ രാജമല ഹോസ്പിറ്റലാണ് എന്റെ അമ്മയെ ആദ്യമായിട്ട് കാണുന്നതും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിട്ട് അവിടെയായിരുന്നു. അപ്പൊ അവസാനത്തെ കാണുന്നത് അവിടെയാണ് എന്നുവെച്ചാ എന്റെ മൊത്ത ജീവിതം ലോകം എല്ലാം പെട്ടിമുടിയായിരുന്നു. ഈ പെട്ടിമുടിയിലെ ആദ്യത്തെ ഡോക്ടർ അല്ലേ അതെ. വരാൻ പോകുന്നത്? ആദ്യത്തെ ഡോക്ടറാണ്. ശരിക്കും ഈ പെട്ടിമുടി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഗോപി എവിടെയായിരുന്നു? എന്റെ കസിൻ സിസ്റ്ററുടെ വീട്ടിലായിരുന്നു. എന്തിനായിരുന്നു അവിടെ പോയത്? ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എവിടെയായിരുന്നു? ഏത് സ്ഥലം? ട്രിവാൻഡ്രം. ഓൺലൈൻ ക്ലാസ്സിന് പോയിരിക്കും. അതെ അതെ. എന്ന് വെച്ചാ മൂന്നാറിലെ പെട്ടിമുടിയിലെ റേഞ്ച് ഒന്നുമില്ല. അപ്പൊ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കോവിഡിന്റെ കാരണമായിട്ട് മിക്ക ക്ലാസ് ഓൺലൈനിലായിരുന്നു. അപ്പൊ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥലം ഇരകുളം നാഷണൽ പാർക്കാണ്. അച്ഛൻ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഇരകുളം നാഷണൽ പാർക്കിലെ ബസ് ഡ്രൈവർ ആയിരുന്നു. ബസ് ഡ്രൈവർ. അപ്പൊ അവിടെ എത്ര മക്കളാ? ഞാനും ചേച്ചി രണ്ടുപേരാ. ചേച്ചി ഉണ്ടല്ലോ? ഉണ്ട്. ചേച്ചി കൂടി ഉണ്ട്. അപ്പോ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിട്ട് നമ്മള് രാത്രിയൊക്കെ അവിടെയായിരുന്നു പഠിക്കുന്നത്, ഇരകുളം നാഷണൽ പാർക്കിന്റെ അകത്ത്. അപ്പോ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ട്രിവാൻഡ്രം നാഷണൽ പാർക്കിനകത്ത് എങ്ങനെ ഇരുന്ന് പഠിക്കും? രാത്രി അത് നമുക്ക് നാഷണൽ പാർക്കിന്റെ അകത്ത് കൂടിയാ വീട്ടിൽ പോകേണ്ടത്. അപ്പൊ അതിന്റെ പഠിക്കും. അതെ അതെ. അല്ല, അവിടെ കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യത. അതെ അതെ അതെ. അപ്പൊ എന്ത് അവിടെ ലൈറ്റ് കാണുമോ അങ്ങനെ പഠിക്കാൻ? എന്ന് വെച്ചാൽ അച്ഛനാണെങ്കിൽ ഹെഡ് ലൈറ്റ് ഉണ്ടല്ലോ ബൈക്കിന്റെ. അതെ അച്ഛന്റെ ബൈക്കിന്റെ. അതെ അതെ. ഹെഡ് ലൈറ്റ് ഓൺ ചെയ്തിട്ടേക്കോ? അതെ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കോ? അതിന്റെ ഫ്രണ്ട് മണിക്കൂർ ലൈറ്റ് ഓൺ ആയി കിടക്കും. അപ്പൊ ഞാനാണെങ്കിൽ അങ്ങ് പഠിക്കും. അച്ഛനാണെങ്കിൽ ഫുൾ എന്തെങ്കിലും മൃഗങ്ങൾ വരുന്നുണ്ടോ അങ്ങനെ നോക്കി നോക്കി നിൽക്കും. ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഈ രാജമലയിൽ ഇങ്ങനെ വരാറുണ്ടോ മൃഗങ്ങൾ? വരാറുണ്ട്. ഏതൊക്കെ മൃഗങ്ങൾ അവിടെ? കാട്ടുമൃഗങ്ങൾ വരാൻ സാധ്യത? ആന വരാറുണ്ട്. ആന ഇറങ്ങാറുണ്ട് അല്ലേ? പിന്നെ ചിരുത്തപ്പുലിയൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛൻ നോക്കി നിക്കണമല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് കാര്യങ്ങൾ പഠിക്കുമ്പോ അല്ലേ കാട്ടുമൃഗങ്ങൾ വരുന്നുണ്ടോ നോക്കി നിൽക്കണം. അപ്പൊ എത്ര അങ്ങനെ ഈ മോട്ടോർ ബൈക്കിന്റെ ലൈറ്റ് ഓൺ ചെയ്ത് എത്ര മണിക്കൂർ വരെ പഠിച്ചിട്ടുണ്ട്? ക്ലാസ് 1.5 മണിക്കൂറൊക്കെ കാണുമായിരിക്കും. 45 മിനിറ്റ്സ് ആണെങ്കിൽ ഓൺലൈൻ അല്ലേ. അപ്പൊ നെറ്റ് കറങ്ങി വരുമ്പോഴത്തേക്കും മൊത്തം ഇരുന്ന് പാർക്കിന്റെ അകത്തൊരു 4 കിലോമീറ്റർ സ്ഥലമുണ്ട് നടക്കാൻ. ടൂറിസ്റ്റിന് നടക്കാനുള്ളത്. ആ സ്ഥലം മൊത്തം ഞാൻ അങ്ങനെ ഇരുന്ന് ഇവിടെ നെട്ട് കിട്ടുമോ ഇവിടെ നെട്ട് കിട്ടുമെന്ന് വെച്ചിട്ട് നോക്കി നിന്ന് ഒരു 1.5 മണിക്കൂർ. ആ സമയത്ത് എന്ത് കോഴ്സിനായിരുന്നു? ഏത് കോഴ്സിനായിരുന്നു പഠിക്കുന്നത്? ഞാൻ പ്ലസ് 1 ആയിരുന്നു. അപ്പോഴാണ് ഈ ആന വരുന്നുണ്ടോ നോക്കി അച്ഛൻ നിൽക്കേണ്ട ജോലി. തീറ്റപ്പുലി വരുന്നുണ്ടോ അച്ഛൻ നോക്കണം അല്ലേ? കാട്ടുകുമരങ്ങളെ പ്രതിരോധിക്കാൻ അച്ഛൻ ഇവിടെ മോട്ടോർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റ് അല്ലേ? ഓക്കെ, നല്ല ഐഡിയ എന്തായാലും. അപ്പൊ അതുകൊണ്ടായിരുന്നോ ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയാണോ തിരുവനന്തപുരത്തേക്ക് പോയി അല്ലേ? എന്ന് വെച്ചാൽ കസിൻ ചേച്ചി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് നേഴ്സാണ്. അപ്പൊ ചേച്ചിയുടെ മക്കൾ നമ്മുടെ കൂടെ ആയിരുന്നു. കോവിഡ് ഒക്കെ ആയപ്പോ നമ്മൾ എല്ലാവരും ട്രിവാൻഡ്രത്ത് വിട്ടിട്ട് മൂന്നാറി വന്നതാ. ചേച്ചി ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് അവിടെ നിൽക്കുക. അപ്പൊ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചേച്ചിക്ക് മക്കളെ കാണുമെന്ന് പറഞ്ഞു. പിന്നെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയപ്പോ എന്തായാലും പോണെന്ന് തീരുമാനിച്ചതാ. എന്ന് വെച്ചാൽ നെറ്റ് കിട്ടാതെ നമ്മൾ ഒരുപാട് ക്ലാസ് ഒക്കെ മുടങ്ങിയിട്ടുണ്ട്. അപ്പോ അച്ഛനാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പോ ഈ കാരണം വെച്ചിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കണ്ട, എന്റെ മക്കൾക്ക് പഠിക്കുന്ന കാരണം ഒരു ഗവൺമെന്റ് ജോബില് നമ്മള് ടേബിളിൽ ഇരിക്കുന്ന സ്ഥലത്തിൽ നമ്മുടെ പേര് വെക്കണം, അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, അങ്ങനത്തെ ഒരു പൊസിഷൻ. ചേച്ചി ഇപ്പൊ പഠിക്കാണോ? അതെ. ഓക്കെ. ചേച്ചി എന്ത് കോഴ്സിനാ പഠിക്കുന്നത്? BSc ബോട്ടണി 3rd ഇയർ യൂണിവേഴ്സിറ്റി കോളേജ് പാളയം. അപ്പൊ ചേച്ചിയുടെ അച്ഛന്റെ വീട്ടിലാണോ നിൽക്കുന്നത്? ചേച്ചി ഹോസ്റ്റലിലാണ് താമസം. അപ്പൊ രണ്ടുപേരും ഹോസ്റ്റലിലാണ്. അതെ അതെ. അപ്പൊ ഈ പെട്ടിമുടി ദുരന്തത്തിന്റെ ഈ സമയത്ത് തിരുവനന്തപുരത്തെ ഈ വീട്ടിലാണ് അല്ലേ? അപ്പൊ ഈ വാർത്ത അറിഞ്ഞിരുന്നു പെട്ടിമുടി മണ്ണിടിച്ചിലുണ്ടായി കുറെ പേരും? ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഏത് സമയത്താ? രാവിലെ ഒരു 8 മണിക്ക്. രാവിലെ 6 മണി തൊട്ട് ക്ലാസ് ഉണ്ട്. 6:30 തുടങ്ങുമ്പോൾ ക്ലാസ് ഉണ്ടാവും. അപ്പൊ 8 മണിക്കായപ്പോ നമ്മളിങ്ങനെ ക്ലാസ് ഉണ്ടാകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഫോൺ കോൾ വരുന്നുണ്ട്. ഇത് മൂന്നാറിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ച അധ്യാപകരുടെ കയ്യിൽ നിന്നാ ഫോൺ വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ സേഫ് ആണോ, ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവിടെയാണോ നമുക്ക് അറിയില്ല എന്നൊക്കെ പറയും. ഈ മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നുള്ള വാർത്ത രാവിലെ തന്നെ വന്നല്ലോ ടിവിയിൽ. കാരണം ഞാനായിരുന്നു ആ വാർത്ത 24 വായിച്ചത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് രാവിലെ തന്നെ ആ വാർത്ത വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ വാർത്ത ടിവിയിൽ കാണുന്നുണ്ടായിരുന്നു നിങ്ങൾ? ഇല്ല. എന്ന് വെച്ചാൽ നമ്മള് ക്ലാസ് അല്ലേ, ക്ലാസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ കസിൻ ചേച്ചിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് മുകളിൽ വന്നിട്ട് എന്തൊക്കെയോ അങ്ങനെ പറയുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ചേച്ചി എന്തിനാ കരയുന്നതെന്ന് അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ ഇങ്ങനെ ഫോൺ കോൾ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയോന്നൊക്കെ അറിയാം. ഇത് നമ്മുടെ വീടാണ്, നമ്മുടെ സ്ഥലമാണെന്നൊന്നും അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സാധാരണമാണ്. എന്ന് വെച്ചാൽ ഇത്ര വലുതല്ല, കൊച്ചു സ്ഥലത്തില് റോഡൊക്കെ ബ്ലോക്ക് ആവാറുണ്ട്. അവിടെ എപ്പോഴെങ്കിലും ഇങ്ങനെ വലിയ മണ്ണിടിച്ചിലുണ്ടായി ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? അപ്പൊ നമ്മൾ അത്രയ്ക്ക് അവിടെ കൂടുതൽ ലൈൻ കെട്ടിടങ്ങളാണല്ലോ. സേഫായ ഒരു സ്ഥലത്താണ് ഈ ലൈൻ കെട്ടിടങ്ങൾ നിന്നിരുന്നത് അല്ലേ? അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞപ്പോ ചേച്ചി വന്ന് എന്താ പറഞ്ഞത്? ഇവിടെ എന്തൊക്കെയോ പോയി, നമ്മളെ എല്ലാരും വിട്ടിട്ട് പോയി, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ കറക്റ്റ് കരഞ്ഞു.
പെട്ടെന്ന് കസിൻ ചേച്ചിയാ. അപ്പൊ കരഞ്ഞോണ്ട് വന്നിട്ട് പറയുവാണ് ഇങ്ങനെ എന്തൊക്കെയോ പറ്റിപ്പോയി, നമ്മൾ എന്താ ഇനി ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഞാൻ വിചാരിച്ചു എന്തിനാ ഈ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല. പിന്നെ നമ്മുടെ ടീച്ചേഴ്സും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഫോൺ കോൾ വരുന്നുണ്ട്. അപ്പൊ നമുക്കൊന്നും അറിഞ്ഞില്ല. പിന്നെ ആണെങ്കിൽ ചേച്ചി ചേട്ടനെ വിളിച്ചു, കസിൻ ബ്രദർ ആയിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു നമ്മള് നേരിൽ പോയിട്ട് മൂന്നാറിൽ പോയി കണ്ടിട്ട് നമ്മൾ എന്തായെന്ന് നിങ്ങളുടെ അടുത്ത് പറയാം, പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചേച്ചിയും എന്റെ ചേച്ചിയും ഞാനും 2 മക്കളും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാരും കൂടി ഒറ്റയ്ക്ക് വരണ്ടേ, നല്ല മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാ റോഡും ബ്ലോക്ക് ഒക്കെ ആയിരുന്നു. ട്രിവാൻഡ്രത്തിൽ നിന്ന് വരണ്ടേ. നമുക്ക് പേടിക്കേണ്ടെന്ന് വെച്ചാൽ ചേച്ചി കരയുക, നമുക്കൊന്നും അറിയില്ലല്ലോ എന്താ പറയാ. മനസ്സിലായിട്ടുണ്ടോ? ഇല്ല ഇല്ല, ചേച്ചിക്ക് എന്തൊക്കെയോ മണ്ണിടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഈ ലൈൻ കെട്ടിടത്തിലേക്ക് വീണ് ഈ വലിയ മല വന്ന് ഇടിഞ്ഞിറങ്ങി എന്നൊന്നും അറിയത്തില്ല അല്ലേ? ഓക്കെ, അപ്പൊ ചേച്ചി സമാധാനിപ്പിച്ചോ? ചേച്ചി എന്തിനാ അങ്ങനെ ഒന്നും ചാൻസ് ഇല്ല, അങ്ങനത്തെ ആകാനൊന്നും ചാൻസ് ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ കുറച്ച് ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? ചേച്ചി ഇങ്ങോട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്നും അറിയത്തില്ലല്ലോ എന്തിനാ ചേച്ചി ഇങ്ങനെ പറയുന്നതെന്നും. ഇല്ല 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 എന്ന് വെച്ചാ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ കോളും അങ്ങനെ ന്യൂസ് വാർത്തയൊക്കെ അറിഞ്ഞിട്ട് 6:30 വീട്ടിൽ വന്നു. കസിൻ ചേച്ചിയുടെ വീട്ടിൽ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ എന്തോ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ എന്തൊക്കെയോന്ന് ആലോചിച്ചപ്പോ നമ്മൾ ഫോണില് എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോ എവിടെയോ ഇത് പരിചയപ്പെട്ട സ്ഥലമാണല്ലോ എന്ന് അങ്ങനെ നോക്കുമ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പൊ ജസ്റ്റ് അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് കരച്ചിൽ വന്നു. ഞാനും ചേച്ചിയും കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ കസിൻ സിസ്റ്റർ ആണെങ്കിൽ വന്നിട്ട് ഫോണൊക്കെ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. അതെ അതെ, ഇന്നൊന്നും അറിയണ്ട. ഇല്ല 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 ഇല്ല, അതെ ചേച്ചിയുടെ കയ്യിലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും അവിടെ പോയി അമ്മയുടെ നമ്പറിലേക്കൊക്കെ വിളിച്ചു നോക്കിയായിരുന്നു. ചേച്ചി എല്ലാവരെയും വിളിച്ചിട്ട് കിട്ടിയില്ല. എന്റെ അച്ഛന്റെ നമ്പർ പിറ്റേ ദിവസം രാത്രി വരെ റിംഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവിടെ സേഫ് ആയിരിക്കും, റിംഗ് ഒക്കെ പോകുന്നുണ്ടല്ലോ. ഇത് നടക്കുന്നവർ 3 ദിവസം മുമ്പ് അച്ഛൻ ചേച്ചിക്ക് ഫോൺ ചെയ്തു, എന്റെ സ്വന്തം ചേച്ചിക്ക് ഫോൺ ചെയ്തിട്ട് നല്ല മലയാണ്, അവിടെ നിന്ന് ടവറൊക്കെ പ്രശ്നമാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് കോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാ. തലേന്നല്ല 2-3 ദിവസത്തിന് മുമ്പ്. അപ്പൊ നമ്മളിവിടെ സേഫ് ആണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട, നന്നായിട്ടൊന്നും പഠിച്ചോളന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച്. പിന്നെ അതിനുശേഷം നല്ല ടവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ വിളിച്ചില്ല. പിന്നെ ഈ ഇൻസിഡന്റ് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചു നോക്കിയപ്പോ അച്ഛന്റെ ഫോണിൽ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അറ്റൻഡ് ചെയ്യുന്നില്ല. അമ്മയുടെ ഫോണിൽ വിളിച്ചു? ഇല്ല ഇല്ല, വിളിച്ചു പക്ഷെ എടുക്കുന്നില്ല. റിംഗ് ഒന്നും പോയില്ല. ഇല്ല ഇല്ല ഇല്ല, പോയില്ല. അച്ഛന്റെ ഫോൺ മാത്രം റിംഗ് ചെയ്യുന്നു. അതെ അതെ അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൂന്നാറി വന്നു. കസിൻ സിസ്റ്ററുടെ അമ്മ മൂന്നാറിലാണ്, എന്റെ അച്ഛന്റെ സഹോദരി. അപ്പൊ ആന്റിയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എല്ലാരും ഒന്ന് കരയുന്നു. എന്തിനാ കരയുന്നത് അങ്ങനെയൊക്കെ തോന്നിയത്. പിന്നെ അങ്ങനെയൊക്കെ പോയിട്ട് നിന്റെ അച്ഛൻ ഇങ്ങനെ നിങ്ങളെയൊക്കെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോയല്ലോ, നിന്റെ അച്ഛൻ അങ്ങനെയാണല്ലോ, എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ അവരെന്തൊക്കെയോ ആവശ്യമുള്ളതൊക്കെ പറയുന്നു. എന്തിനാ അവർ പറയുന്നതെന്നൊന്നും എനിക്ക് അപ്പൊ പിടികിട്ടിയില്ല. അപ്പൊ പിന്നെ ഒരു സംശയമില്ല. ഇല്ല ഇല്ല ഇല്ല, ഞാനാണെങ്കിൽ അങ്ങനെയായിരുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു കസിൻ സിസ്റ്ററിന്റെ അടുത്ത് ഇത്രയും കാശും കളഞ്ഞിട്ട് അവിടെ നിന്ന് മൂന്നാറി വരാൻ ആവശ്യമില്ലല്ലോ, എന്റെ ക്ലാസ് ഒക്കെ പോയി. അച്ഛനാണെങ്കിൽ എന്തെങ്കിലും പറയുവാണെങ്കിൽ ചേച്ചി മാത്രമേ കേൾക്കാൻ പോകുന്നുള്ളൂ, നമ്മളൊന്നും ഇല്ലെന്ന് പറഞ്ഞേക്കുന്നൊക്കെ ചേച്ചിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ എന്തെങ്കിലും പറയുന്ന വെച്ചിട്ട് എന്നുവെച്ചാൽ അച്ഛന് ക്ലാസ് ഇട്ടടിക്കുന്ന അങ്ങനെ ഒന്നും ഇഷ്ടമല്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വന്നുകൊണ്ട് അച്ഛൻ വഴക്ക് പറയുന്നതാണ് അപ്പോഴത്തെ ഒരു സംസാരം. അതെ അതെ അതെ, ഞാനും ചേച്ചി, എന്റെ സ്വന്തം ചേച്ചിയും കൂടി. ഇവളെന്തിനാ ഒരു സംശയമില്ല. ഇല്ല ഇല്ല ഇല്ല, ഈ സ്റ്റാറ്റസ് ഈ ദുരന്തത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയത്തില്ല. ഇല്ല. അപ്പൊ ഈ മൂന്നാർ എത്തുന്നതിന് വരെ ആരുടെയും ഫോണിലൂടെ വിവരം ഒന്നും കിട്ടിയിട്ടില്ല. കസിൻ ചേച്ചിക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പൊ വേറെ ഒരു ആന്റി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ ആന്റിയുടെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി നേഴ്സ് അല്ലേ, അപ്പൊ അവരുടെ ബാച്ചിൽ വേറെ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ, കോളഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. അപ്പൊ ഹോസ്പിറ്റലിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചേച്ചി അന്വേഷിച്ചിട്ട് അങ്ങനെ ഫോണൊക്കെ ചെയ്യുന്നു. നോക്കണടാ എന്റെ കൊച്ചമ്മ അങ്ങനെയൊക്കെ കുറെ കരയുന്നുണ്ട്. നമുക്കൊന്നും പിടികിട്ടുന്നില്ല, എന്തിനാ കരയുന്നതെന്നൊന്നും അറിയില്ല. നമ്മളങ്ങനെ വരുന്നു. പിന്നെ ഈ മൂന്നാറിനോട് അടുത്ത് വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് എനിക്കും കരച്ചിലൊക്കെ വന്നു. ഈ ആംബുലൻസ് ഒക്കെ അങ്ങോട്ട് അപ്പൊ കാണും. ആംബുലൻസ് പോയപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഇതുണ്ടാക്കട്ടെ, എന്റെ അമ്മ ഉണ്ടാവോ, അച്ഛനുണ്ടാവോ, എന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാവും എന്ന് വെച്ചിട്ട്. പക്ഷെ അത് അവിടെ നിന്നാണോന്ന് അറിയില്ല. പക്ഷെ ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് അത് ഒരുമാതിരി കരച്ചിലായി വന്നു. പിന്നെ മൂന്നാറിൽ വരുന്നു. ചേച്ചി ആണെങ്കിൽ പറയുന്നുണ്ട് ഇനി നമുക്ക് ആരും ഇല്ല, നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് പോയി, പേടിക്കാനൊന്നും ഇല്ലെന്ന് വെച്ചാ ഇനി നമുക്ക് ആരും ഇല്ല, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി കരയുന്നു. നമ്മളും പിന്നെ എന്തൊക്കെയോന്നൊക്കെ കുറച്ച് പിടികിട്ടുന്നുണ്ട്.
അപ്പോൾ വീട്ടിൽ മൊത്തം കരച്ചിലായിരുന്നു. 4 പേര് മാത്രമേ ഉള്ളൂ, ബാലൻസ് എല്ലാവരും പെട്ടിമുടിയിലായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഫാമിലി എല്ലാവരും പെട്ടിമുടിയിലായിരുന്നു. അതിൽ ഒരു ചേച്ചിയും അനിയനും മാത്രമേ മൂന്നാർ കോളനിയിലുള്ളത്. ബാലൻസ് എല്ലാവരും മൂന്നാർ കോളനിയിൽ നിന്ന് 1 മണിക്കൂർ അകത്താണ് പെട്ടിമുടി, അവിടെ നിൽക്കുന്നത് എല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ 4 കോർണറിൽ എല്ലാവരും ഇരുന്ന് കരച്ചിലോടിരുന്ന് കരയുക. കൊച്ചച്ഛനാണെങ്കിൽ പിന്നെ അവിടെ ബോഡി എല്ലാം ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു പോയത്. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും, എന്താ ചെയ്യുക, ഇനി നമ്മൾ ആരാ നോക്കും എന്നൊക്കെ ഒരുപാട് കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നു. നമുക്ക് ചെയ്യാൻ അപ്പോഴത്തേക്ക് മനസ്സിലായോ വീട്ടിലുള്ളവരെല്ലാം ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്? കസിൻചേച്ചി പറഞ്ഞ എല്ലാവരും കിട്ടിന്ന് പറഞ്ഞു. എല്ലാവരും കിട്ടിന്നല്ല, ഇങ്ങനെ കൊച്ചച്ഛന്റെ പേര് എന്ന് വെച്ചാൽ വേറെ കൊച്ചച്ഛനുണ്ട്, അച്ഛൻ കിട്ടി, ചേട്ടൻ കിട്ടി അങ്ങനെ പറയുമ്പോ അവരൊക്കെ ജീവനോട് കിട്ടിന്ന് പറഞ്ഞപ്പോ അപ്പൊ നമുക്ക് പോയി നോക്കാം, ഹോസ്പിറ്റലല്ലേ പോയിട്ട് വരാന്ന് പറഞ്ഞപ്പോ കിട്ടിന്ന് വെച്ചാൽ ജീവൻ ആർക്കും ഇല്ല, ബോഡി മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതായിരുന്നു അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ച എവിടെയെങ്കിലും അവർ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആരില്ലെങ്കിൽ നമ്മുടെ അവിടുന്ന് ഫാമിലി നല്ല അവിടുന്ന് ആരെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് അന്നത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നത്. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ആരില്ലെന്ന് മനസ്സിലായി. ഈ ഗോപിക പെട്ടിമുടിയിലേക്ക് പോയോ? ഈ വീടുന്ന സ്ഥലത്തേക്ക് 3ാമത്തെ ദിവസം പോയതാ. 3ാമത്തെ ദിവസം പോയി. അവിടെ ചെന്നപ്പോ എന്തുവാ കാണുന്നത് ശരിക്കും? സത്യം പറഞ്ഞാൽ ഈ ലൈൻസ് ഇടുന്ന പറയുമ്പോൾ ലൈൻ കെട്ടിടം ഒന്നും ബാക്കിയില്ലല്ലോ, ഇല്ല, മൊത്തം പോയി. സ്റ്റെപ്പ് ആയിട്ടായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ പോയി കാണുമ്പോഴത്തേക്കും ഫുൾ ഗ്രൗണ്ട് ആയിട്ടാ കാണുന്നത്. ഫുൾ ലെവലാ, വലിയ വലിയ പാറകളും എന്റെ ചെറിയ ഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, വെഹിക്കിൾസും അതിന്റെ പാർട്സ്. അവിടെ ഒരു നല്ല വലിയൊരു പാറ ആദ്യം മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് ആ സ്പോട്ടിലോട്ട് ഇറങ്ങി ഒരു 40 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് നോക്കിയപ്പോ ഇതാണ് വീടെന്നൊക്കെ കണ്ടുപിടിച്ചപ്പോ അവിടെ വീട്ടിൽ എന്റെ സ്കൂളിൽ പഠിപ്പിച്ച കിട്ടിയ ട്രോഫീസ്, പിന്നെ അമ്മയുടെ ഡ്രസ്സ്, അച്ഛന്റെ ഒരു യൂണിഫോം ഷർട്ട് പുതിയതായിട്ട്, പിന്നെ ചേച്ചിട്ട് തന്നെ ഒരുപാട് ഡ്രസ്സും, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. യഥാർത്ഥത്തിലെ മണ്ണിടിച്ചിൽ ഗോപികയുടെ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു അല്ലേ? വീട്ടിലുണ്ടായിരുന്ന മറ്റവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായോ? എല്ലാവരും എന്നുവെച്ചാൽ അച്ഛന്റെ ചേട്ടൻ ഉണ്ടായിരുന്നു, അനിയന്മാരുണ്ടായിരുന്നു, ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അല്ല, അടുത്തടുത്ത വീട്ടില് 4 ലൈൻസ് ഉണ്ടല്ലോ. അപ്പൊ അതില് എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ അവർക്ക് മക്കളുണ്ട്, അവർക്ക് കൊച്ചുമക്കളുണ്ട്. അപ്പൊ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേരുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് 24 ആയിരുന്നു, ബ്ലഡ് റിലേഷൻസ് മാത്രം, അച്ഛന്റെ ഫാമിലി മാത്രം. പിന്നെ വേറെ എല്ലാവരും എന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെന്റ് കമ്മ്യൂണിറ്റി ആയാലും ഒരു ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും ഒറ്റൊരു ജീവിതം, ഒരു കുടുംബത്തിലായിരുന്നു. അങ്ങനെയാണ് പെട്ടിമുടി അപകരിച്ചത്, നിങ്ങളുടെ മാത്രം അല്ലേ? അതെ. ഓക്കെ, നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേര് ബാക്കിയായി പെട്ടിമുടിക്ക് ശേഷം? പെട്ടിമുടിക്ക് ശേഷം 4 പേരുണ്ട്. ഞാൻ, എന്റെ ചേച്ചിയും, ഈ ചേട്ടനുണ്ട്. ചേട്ടൻ കോയമ്പത്തൂരായിരുന്നു, അതുകൊണ്ട് വേറെ സംഭവം ഒന്നും ഉണ്ടായില്ല അല്ലേ? എനിക്കൊന്ന് ഗോപികയും ചേച്ചിയും തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളെ മണൽ വന്ന് മൂടിയനെ അല്ലേ, മണ്ണ് വന്ന് മൂടിയനെ അല്ലേ? ഓൺലൈൻ കൊണ്ട് താങ്കൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് വേണേ പറയാം അല്ലേ? അച്ഛന്റെ ഒരു പഠിത്തത്തോട്ട് നമ്മളെ അത്രയും കൂട്ടി നിർത്തണമെന്ന് അച്ഛന്റെ ഒരു ആഗ്രഹം, അത് കാരണമാണ് നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നത്. ഈ ചിലര് കുറച്ചു ബോഡി കിട്ടാതെ പോയല്ലോ പെട്ടിമുടിയില്. അച്ഛന്റെ അമ്മയുടെയും ബോഡി കിട്ടിയായിരുന്നു? കിട്ടി, 3ാമത്തെ ദിവസം കിട്ടിയതാ. അത് മണ്ണിനടിയിലായിരുന്നു അതോ അവിടെ തന്നെ കിട്ടിയോ? അതോ വീട്ടിന്റെ കറക്റ്റ് സ്പോട്ടിലായിരുന്നു. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ബോഡി എടുക്കുമ്പോ കിടന്ന് പുതപ്പിന്റെ അകത്തിരുന്ന ബോഡി എടുത്ത് കിടന്നുകൊണ്ടിരുന്ന സമയം അങ്ങനെയാ സംഭവിച്ചത്. ഉറക്കത്തിലാണോ? ചിലര് ഉറക്കമായിരുന്നു, ചിലരെന്ന് വെച്ചാൽ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. എന്റെ കൊച്ചച്ഛന്റെ കയ്യിൽ ടോർച്ച് ഉണ്ടായിരുന്നു, അച്ഛനാണെങ്കിൽ പുറത്ത് മൊബൈൽ ഫോണിന്റെ ലൈറ്റ് ഉണ്ടായിരുന്നു, ഫ്ലാഷ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. തിരിച്ചറിയാവുന്ന അവസ്ഥയായിരുന്നു അച്ഛന്റെ അമ്മയുടെയൊക്കെ ബോഡി കണ്ടപ്പോ? എന്ന് വെച്ചാ അച്ഛന്റെ ബോഡി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അച്ഛനാണെന്ന്. എന്നാലും മുഖമൊക്കെ ഒരുമാതിരി അങ്ങനെ ഒരുപാട് ഇതുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ അമ്മയുടെ ബോഡി കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും അമ്മയുടെ ബോഡിന് പെട്ടെന്ന് ഓർമ്മ വരുന്ന വെച്ചാൽ 3 ദിവസം മണ്ണിന്റെ അടിയിലായിരുന്നല്ലോ. അപ്പോ അമ്മയെ കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലായിരുന്നു. അതാണ് ഒരുപാട് എന്ന് വെച്ചാൽ സ്വന്തം അമ്മയുടെ ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പോയില്ലെന്ന് വെച്ചിട്ട് ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അമ്മയുടെ തലയിൽ മൊത്തം ചോരയായിട്ട്, ചുണ്ടൊക്കെ പൊട്ടിയിട്ട്, ബോഡി എടുക്കുമ്പോഴത്തേക്കും JCB എടുത്തത്. അത് റെസ്ക്യൂ ചെയ്ത സമയത്ത് ഈ സൈഡിലൊക്കെ കുറച്ച് ഇതൊക്കെ മാറിപ്പോയിട്ട് അപ്പൊ ഒരുപാട് ഇതുണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ ബോഡി എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാൻ അമ്മ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആ ബോഡി തിരിച്ചു തരത്തില്ലെന്ന് അവർ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അമ്മയുടെ ഓർണമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഇതാണ് എന്റെ അമ്മ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തു. ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി ഓടി, ഇതെന്റെ അമ്മയില്ല, ഇതെന്റെ സ്വന്തം അമ്മയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ 3-4 പ്രാവശ്യം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടി.
പിന്നെ പോലീസുകാരെല്ലാരും പിടിച്ചോണ്ട് പോയിട്ട് നീ ഇത് നോക്ക്, ഒന്നും കൂടി നോക്കുന്നൊക്കെ പറഞ്ഞ് കുറെ നേരത്തെ നോക്കി ഇപ്പൊ എനിക്ക് എന്റെ അമ്മയുടെ ചിരിക്കുന്ന മുഖം അതൊന്നല്ല ഓർമ്മയിൽ വരുന്നത്. പെട്ടെന്ന് അവസാനം അമ്മ ആ പെട്ടിയിൽ എങ്ങനെയാണോ കണ്ടത് അതാണ് ഓർമ്മയിൽ വരുന്നത്. ചേച്ചി കാണാൻ പോയായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു ചേച്ചി? അല്ല, ചേട്ടനായിരുന്നു ആദ്യം പോയി കണ്ടത്. അപ്പൊ ചേട്ടൻ പറഞ്ഞു നമുക്കിതൊന്നും കാണാൻ സഹിക്കത്തില്ല, അത്രയും നമ്മളെന്ന് വെച്ചാൽ അത്രയും സന്തോഷമായിട്ട് നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഇത്ര വലുതാണെന്ന് തോന്നുമ്പോ നമ്മുടെ ലോകം, ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ആ പെട്ടിമുടി മാത്രമാണ്. അപ്പൊ അതില്ല എന്ന് പറയുമ്പോ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞു അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ കാണണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നാലും ഇനി കാണാനുള്ള ഒരു അവസരം കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടേക്കാന്ന് പറഞ്ഞിട്ട് പോയതാ. എന്റെ കൂടെ വേറെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി ഞാനും കൂടി പോയിട്ട് അന്ന് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഞാൻ ബോഡി ഒന്നും കിട്ടില്ല, നീ പിന്നെ കൊച്ചല്ലേ, ഞാൻ മാത്രമേ അന്ന് പെണ്ണുങ്ങളായിട്ട് അവിടെ പോയിട്ട് കുഞ്ഞായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ നീ ഇത്രയും നേരം നിൽക്കണ്ട, നീ വീട്ടിൽ വെക്കോന്ന് പറഞ്ഞിട്ട് എന്നെ വണ്ടി കയറ്റി വിട്ടിട്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്ന വണ്ടി ബ്ലോക്കിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഒരു 2 മണി വരെ അവിടെ ആ ബ്ലോക്കിൽ തന്നെ നിന്നു. അപ്പോ ട്രാക്ടറിലായിരുന്നു ബോഡിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇവിടുന്ന് എടുത്തിട്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇതിൽ ആരെങ്കിലും ഉണ്ടാവുമോ? ആദ്യം അച്ഛനമ്മേനൊന്നും പറഞ്ഞില്ല. ഞാൻ ആരെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നാ വിചാരിച്ചത്. പിന്നെ അങ്ങനെ പോയിട്ട് ഞാൻ ഇവിടെ റോഡിന്റെ സൈഡിലൊക്കെ കുറച്ചു നേരം നിൽക്കുക. എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തിലും പോലീസും അവരൊക്കെ ആയതുകൊണ്ട് നമ്മളെ അകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും എന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്, നീ എവിടെയാണോ, ഒന്ന് ഹോസ്പിറ്റലിൽ വരുമോ എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്തുവാണെന്ന് വെച്ചാൽ ആരും ഒന്നും പറയുന്നില്ല. എനിക്കാണെങ്കിൽ എന്തിനാ വിളിക്കുന്നതെന്ന് പോലും അറിയില്ല. അവിടെ പോയപ്പോഴത്തേക്കും ട്രാക്ടർ എന്നെയും കൂടി കയറ്റുന്ന ബോക്സ് തുറക്കുന്ന ഇത് നോക്കാൻ പറയുന്നത് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അച്ഛനാണ്. എന്ന് വെച്ചാൽ ഞാൻ അതൊന്നും അത് ആ പെട്ടിമുടി ഇപ്പൊ അങ്ങനെ കണ്ടിട്ട് പോലും എനിക്കിവിടെ ഇവരെ ആരെങ്കിലും എല്ലാം ഒരു സേഫ് സ്ഥലത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു. പിന്നെ അവിടെ പോയി കാണുമ്പോഴത്തേക്കും പെട്ടീന്റെ അടിയിൽ അങ്ങ് പിന്നെ എന്താ പറയണോന്നും അറിയില്ല. പിന്നെ അച്ഛനാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി. പിന്നെ അമ്മയുടെ താലി ഇതുണ്ടായിരുന്നു അത്, പിന്നെ അമ്മയുടെ കമ്മലാണെങ്കിൽ അത് കണ്ടിട്ടാ സത്യം പറഞ്ഞ എനിക്ക് അമ്മയാന്ന് മനസ്സിലായത്. അമ്മയെന്ന് വെച്ചാൽ വീട്ടിൽ എത്ര കഷ്ടപ്പാട് വന്നാലും പണയം വെക്കാൻ വേണ്ടിട്ട് ആ കമ്മൽ ഊറത്തില്ല. എന്റെ അച്ഛൻ എനിക്ക് ഇട്ടതാണ്, ഒരുപാട് സെന്റിമെന്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്റെ നമ്മളിങ്ങനെ മോതിരത്തിലൊക്കെ പേര് എഴുതി ഇങ്ങെടുത്തില്ലേ, അത് എന്റെ തൊണ്ട് അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് അമ്മയെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. ഈ നമ്മൾ വിളിച്ചപ്പം അവിടെ ഫോൺ അടിച്ചല്ലോ, ആ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ പറ്റിയായിരുന്നു? ഇല്ല. അപ്പൊ അത് എവിടെ കിടന്ന് റിംഗ് ചെയ്തു എന്നുള്ളത് മണ്ണിന്റെ അടിയിലായിരിക്കണം. ഓക്കെ, നോർമലി മണ്ണിന്റെ അടിയിൽ അങ്ങനെ റിംഗ് ചെയ്യുന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ആ ഫോൺ എവിടെയാണെന്ന് അറിയത്തില്ല. പക്ഷെ അമ്മയ്ക്കൊന്നും വേറെ ആർക്കും, അമ്മയ്ക്ക് കൊച്ചിനും വേറെ ആർക്കും കണക്ട് ചെയ്തില്ല, കണക്ട് ആയില്ല. പക്ഷെ അച്ഛന്റെ ഫോണ് റിംഗ് ചെയ്തു. അപ്പൊ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഗോപിക്ക് എങ്ങോട്ട് പോയി? പെട്ടിമുടി തന്നെ നിന്ന് കുറച്ച് ദിവസം, അതോ അവിടെ നിന്ന് പോയി? പെട്ടിമുടി ആരില്ല, വീടൊന്നും ഇല്ല, ഒരു വീടും ബാക്കിയില്ലായിരുന്നു. ഞാൻ ആ ദൃശ്യം ഓർക്കുന്നു ഇപ്പോഴും. ഞാനിപ്പോ വേണേ നമുക്ക് പ്രേക്ഷകരെ 24 ഷൂട്ട് ചെയ്തൊന്ന് കാണിക്കാം. അത് വളരെ പ്ലെയിൻ ആയിട്ട്, കാര്യം എനിക്ക് തോന്നുന്ന ഒരു മല ഇടിഞ്ഞിറങ്ങിയ ഒരു പ്രതീതിയായിരുന്നു. കാരണം നമുക്കൊരിക്കലും ആ ഒരു സ്ഥലത്ത് അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല. പക്ഷേ ഈ പ്രകൃതിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ചില സമയത്ത് പ്രകൃതിയുടെ ചില വികൃതികൾ കാണിക്കുന്നു. അവിടെ പകരം പിന്നെ മൂന്നാറിലാണോ നിന്നത്? എവിടെയായിരുന്നു? മൂന്നാറില് എന്റെ അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലായിരുന്നു. അച്ഛന്റെ അനിയന്റെ വീട് അവിടെ തന്നെ ആയിരുന്നു. എല്ലാവരും അവിടെ ഉണ്ട്. മാക്സിമം ഈ 2 വീട്ടിലായിരുന്നു. അങ്ങനെയൊക്കെ പോയി. ശരിക്കും നിങ്ങൾ തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് ചേക്കേറിയവരാണല്ലോ? ഇല്ല. നിങ്ങൾ ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരാ? റിലേറ്റീവ്സ് എങ്ങനെ ഉണ്ടോ? തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല, ഇവിടെ തന്നെ. നിങ്ങൾ ഇവിടെ തന്നെയാണ് അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ അവിടെ നിന്ന് ആരും വരാനോ അങ്ങനൊന്നും ഇല്ലായിരുന്നു അല്ലേ? ആരും ഇല്ലായിരുന്നു. അപ്പൊ 3 മാസം മൂന്നാറിലെ ഈ വീട്ടിൽ താമസിച്ചു അല്ലേ? അത് കഴിഞ്ഞങ്ങോട്ട് പോയി 3 മാസം അപ്പൊ പഠിക്കാൻ. അപ്പൊ ആളുകളൊക്കെ സഹായിക്കാൻ വന്നിരുന്നോ? ഒരുപാട് പേര് സഹായിക്കാൻ വന്നിരുന്നു. ആ 3 മാസം കാലം
ഒരുപാട് ഒരു ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ 3 മാസം കഴിഞ്ഞിട്ട് ആരും കാണുന്നില്ല. അതാണ് സത്യാവസ്ഥ. എന്ന് വെച്ചാ അതങ്ങനെയാ. നമ്മള് ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് വരും, ഈയാൻ പാറ്റ ഓരോ കൂടും, പിന്നെ ഇവര് ഈ പാറ്റ എങ്ങോട്ട് പോയെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. പിന്നെ എനിക്ക് അറിയാത്ത കുറെ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പഠിക്കാനായാലും മെന്റലി എന്നെ സ്ട്രോങ് ആക്കാനും കുറെ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എത്ര നന്ദി അറിയണം അതൊന്നും എനിക്ക് അറിയത്തില്ല. ഒരുപാട് ഒരു നോർമൽ ഒരു മാനസികാവസ്ഥയിലേക്ക് മടങ്ങി പോകാൻ കുറെ ദിവസം എടുത്തോ? അല്ലാണ്ട് തകർന്നു പോലോ? കാണെ അച്ഛനും അമ്മയും മറ്റുള്ള വ്യതിയാനങ്ങളും എല്ലാം ഇല്ലാതായല്ലോ. അത് ഇത്രയധികം അംഗങ്ങളൊക്കെ ഒറ്റയടിക്ക് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സംഭവ്യമല്ലല്ലോ. അതെ എന്ന് വെച്ചാ പെട്ടിമുടി എന്ന് ഓർക്കുമ്പോ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഇവര് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും സെമിത്തേരി കുളിച്ചില്ല. ഒരു വലിയ കുളിയായിരുന്നു. അതില് ഓരോരോ ബോക്സ് ആയിട്ട് നിർത്തി വെച്ച് അതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് പറയാൻ പറ്റാത്ത അങ്ങായിട്ട് വിഷമം ഉണ്ടായിരുന്നു. എവിടെയാ സംസ്കരിച്ചത്? ഇത്രയും ബോഡികൾ ഒന്നിച്ചടക്കിയല്ലേ? 3 സ്ഥലത്തിലായിരുന്നു. അത് എവിടെയായിട്ട്? രാജമല ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അവിടെയായിരുന്നു സംസ്കരിച്ചത് അല്ലേ? ഓക്കെ. അപ്പൊ ഈ ആൾക്കാർ സഹായിച്ചത് എന്തെങ്കിലും ഗുണം ചെയ്തോ ഈ പഠിക്കാൻ വേണ്ടിട്ട്? എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എനിക്കും എന്റെ ചേച്ചിക്ക് ഇൻകം ഒന്നും ഇല്ല. ഈ ഗവൺമെന്റ് തന്നെ കോമ്പൻസേഷൻ അതിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ പുറത്തുനിന്ന് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യത്തില്ലേ, അത് വെച്ചാൽ നമ്മളിപ്പോ ലൈഫ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പഠനം സംബന്ധിച്ച് അച്ഛന്റെ സ്വപ്നം എന്തായിരുന്നു? അല്ലെ അമ്മ എങ്ങനെയാണ് മകൾ എന്താവണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു? അച്ഛൻ, നിങ്ങൾ 2 പെൺമക്കൾ മാത്രമേ അല്ലേ? അച്ഛനാണെങ്കിൽ പഠനത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അക്ഷര ഒരു പാവാ, ഒരുമാതിരി സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിരിക്കും. എത്ര വയസ്സുണ്ടായിരുന്നു മരിക്കുമ്പോ? ഒരു 50-40. സർവീസിലുണ്ട് അല്ലേ? ഇരവികുളം നാഷണൽ പാർക്ക് അത് ഇതല്ല, ഡെയിലി വേജസ് ആയിരുന്നു. പിന്നെ അച്ഛൻ അവരുടെ ഹയർ ഓഫീസേഴ്സ് ഒക്കെ കാണുമ്പോ ഇങ്ങനെ സല്യൂട്ട് അടിക്കുന്ന അതൊക്കെ എന്റെ മക്കൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഹയർ പോസ്റ്റിൽ പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ സല്യൂട്ട് അടിച്ച് അവരുടെ കൈ കഴിച്ചു കാണും അല്ലേ? അപ്പൊ ഒരിക്കലും എന്റെ മോളെ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അപ്പൊ ഫോറസ്റ്റ് ഓഫീസറൊക്കെ ആകണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഒരു കുഞ്ഞൊക്കെ ആയപ്പോ. പിന്നെ നമ്മുടെ പെട്ടിമുടിയിലെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ പെട്ടിമുടിക്കും രാജമലയ്ക്കും ചേർത്തിട്ട് ഒരു കുഞ്ഞു ഹോസ്പിറ്റൽ. അവിടെ നഴ്സ് എപ്പോഴും ഉണ്ടാവും, നഴ്സിന്റെ വീട് അടുത്താ. പിന്നെ ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ ആഴ്ചയിൽ 1-2 ദിവസം അങ്ങനെ വരും. അങ്ങനെയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ആണെങ്കിൽ മൂന്നാർ ടൗണിലോട്ട് പോകണം. ഇതിന്റെ ഇടയ്ക്കുള്ള റോഡാണെങ്കിൽ ഭയങ്കര ഇതാണ്. പിന്നീട് പെട്ടിമുടിയിലേക്ക് എപ്പോഴെങ്കിലും പോയോ? 42 ദിവസം അതിന് പോയിട്ടുണ്ടായിരുന്നു. ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ? അതെ. പിന്നെ ട്രിവാൻഡ്രം ഇവിടെ നിന്ന് തിരിക്കുമ്പോ അതിന് മുമ്പ് എന്തായാലും എല്ലാരും മാറിയിട്ട് ഒറ്റയ്ക്ക് പോയി സംസാരിക്കണം, അച്ഛനമ്മയൊന്ന് സംസാരിക്കണം, നമ്മുടെ വീടൊക്കെ ഒന്ന് കാണണം, ഇനി എപ്പോ വരുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് അമ്മയോട് സംസാരിച്ചോ? എന്താ പറഞ്ഞത് അവരോട്? എന്ന് വെച്ചാ ഡോക്ടറായിട്ട് മടങ്ങി വരുമെന്നാണോ? അതോ എന്ന് വെച്ചാൽ അവര് അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെ. എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സോ എന്തെങ്കിലും ഫെസിലിറ്റീസ് ആണെങ്കിൽ ആരെങ്കിലും, എന്റെ അച്ഛനമ്മനെ വേണമെന്നും അല്ല ഞാൻ പറയുന്നത്, വേറെ ആരെങ്കിലും രക്ഷിച്ചാൽ മതിയായിരുന്നു. കുറച്ചും പേര് അവിടെ നിന്ന് എല്ലാവരും അങ്ങനെ മണ്ണിന്റെ അടിയിലായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വിഷമമുള്ളത്. എന്ന് വെച്ചാ ആ സമയത്തൊക്കെ നമ്മൾ കരയുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടെന്ന് പറയാൻ ആരും ഇല്ലായിരുന്നു. കരയണ്ടെന്ന് പറയുന്ന എല്ലാവരും മണ്ണിന്റെ അടിയിലാ. അപ്പൊ ഈ അവരുടെ അച്ഛന്റെ അമ്മയുടെ ഓർമ്മകൾ സൂക്ഷിക്കാൻ എന്തോ ഇപ്പം കയ്യിലുള്ള ഈ ഓർമ്മകളല്ലാതെ എന്തെങ്കിലും അവരുടെ ഉപയോഗിച്ച വസ്തുക്കളോ വസ്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് അവിടെ നിന്ന് മൂന്നാറിൽ നിന്ന് ഇറങ്ങുന്ന മുമ്പ് അതിന് മുമ്പത്തെ ദിവസം പെട്ടിമുടി പോയി. അപ്പൊ എന്റെ വീടിന്റെ സ്ഥലം എന്ന് വെച്ചാൽ അവസാനത്തെ അറ്റത്തെ വീടാ. അപ്പൊ എനിക്ക് എന്റെ വീട് കറക്റ്റ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്കും എന്റെ അച്ഛന്റെ ഇരവികുളം നാഷണൽ പാർക്കിന്റെ യൂണിഫോം അങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുന്ന പുതിയതാ. എന്ന് വെച്ചാൽ അവർക്ക് ആ സമയം ജോലി ഇല്ലായിരുന്നു, കോവിഡ് അല്ലേ. അപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇടാനുള്ള യൂണിഫോം ഒക്കെ ആയിരുന്നു അത്. ആ യൂണിഫോം അങ്ങനെ മടക്കിയതുപോലെ പുതിയതായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ അമ്മയുടെ ഒരുപാട് നൈറ്റി അങ്ങനെയൊക്കെ കുറെ സാരികളൊക്കെ ഡ്രസ്സിന്റെ കുറച്ച് പീസസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്റെയും ചേച്ചിയുടെ ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ കട്ടിലിന്റെ ഹാൻഡില് അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ചേച്ചിനാണ് കുറച്ചൊക്കെ പഠിക്കും, അപ്പൊ അങ്ങനെ ട്രോഫിയൊക്കെ കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ട്രോഫീസ്, പിന്നെ നമ്മുടെ കളിപ്പാട്ടങ്ങൾ, ടെഡിബിയർ, അങ്ങനെ കുറെ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം എടുക്കാൻ ആരും സമ്മതിച്ചില്ല. ഇവിടെ നിന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞു. അച്ഛന്റെ ഡ്രസ്സും അമ്മന്റെ ഡ്രസ്സും വേണ്ട എന്നുള്ളതുകൊണ്ടല്ലേ. അപ്പൊ ഇതെടുത്തിട്ട് തിരുവനന്തപുരത്തിന് പോയി അല്ലേ? അപ്പൊ ഈ പഠിക്കാനൊക്കെ എവിടുന്നാ പിന്നെ സഹായം കിട്ടിയത്? അപ്പൊ +1 ആണ് അല്ലേ? +1 അവസാനമായി റിസൾട്ട് വന്നു. ഓക്കെ. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റിയില്ല. അതായത് അച്ഛന്റെ സ്വപ്നം എന്തായിരുന്നു? സല്യൂട്ട് അടിക്കുന്ന ഒരു ഓഫീസർ ആകുക. സല്യൂട്ട് അടിക്കുന്ന ഓഫീസർ അല്ല, സല്യൂട്ട് അടിക്കപ്പെടുന്ന അല്ലേ? കാണുമ്പോൾ ആൾക്കാർ സല്യൂട്ട് അടിക്കുന്ന ഒരു ഓഫീസർ. അപ്പൊ അങ്ങനെ ഒരു ഓഫീസർ പോസ്റ്റിലാകണം എന്നായിരുന്നു മകൾ. രണ്ടുപേരും അല്ലേ?
അച്ഛൻ എന്ന് വെച്ചാ ഫോറസ്റ്റ് ഓഫീസറാണോ മോള് പ്രിഫർ ചെയ്ത്? അല്ലല്ല, അച്ഛൻ അവരുടെ പ്രൊഫഷണൽ അങ്ങനെ കണ്ടിട്ട് ഫോറസ്റ്റ് ഓഫീസറെ കൊള്ളാം എന്ന് കൊള്ളാൻ അങ്ങനെയൊന്നുമല്ല, ഓക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹയർ പോസ്റ്റിൽ പോകണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻട്രൻസ് എക്സാമിനോട് അച്ഛന് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. എൻട്രൻസ് എഴുതിയത് അല്ലല്ലോ? ഇല്ല ഇല്ല. അപ്പൊ അച്ഛനാണെങ്കിൽ ഈ ന്യൂസിലൊക്കെ നീറ്റിന്റെ ഡേറ്റ് അങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ നമ്മൾ എവിടെ ഇരുന്നാലും ഇവിടെ വിളിച്ചിരുന്നിട്ട് ഇതൊന്ന് കാണ് എന്നാണ് നീറ്റ് എക്സാം അതൊക്കെ നോക്കുന്നൊക്കെ പറയും. നമുക്കപ്പോ കൊച്ചുങ്ങളായതുകൊണ്ട് അതെന്തോ എക്സാം അത് മാത്രമേ അറിയത്തില്ലായിരുന്നു. പിന്നെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഓ ശരി എന്നാ കണ്ടേ ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോവും. പിന്നീടാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയത്. ഈ ഇൻസിഡന്റ് +1 +2 ജോയിൻ ചെയ്തപ്പോ എന്തായാലും ഒരു ഡോക്ടർ ഇന്ന് സെറ്റ് ആക്കി വെച്ചിരുന്നു. പിന്നെ ഈ ഇൻസിഡന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറെ ആകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തു അല്ലേ? ഈ +2 പഠിച്ച് എങ്ങനെയായിരുന്നു റിസൾട്ട്? A+ എത്ര ഉണ്ടായിരുന്നു? ഫുൾ A+ ആയിരുന്നു. അപ്പൊ അച്ഛനും അമ്മയൊക്കെ പറയുമായിരുന്നു ഫുൾ A+ ഒക്കെ വാങ്ങണം. ഞാൻ വെച്ചാ എന്നെ സംബന്ധിച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എന്തോ കുറച്ച് അച്ചീവ് ചെയ്തതെന്ന് പറഞ്ഞാൽ +2 ഫുൾ A+ അതായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ 10th അങ്ങനെയൊക്കെ പഠിക്കുവാണെങ്കിലും ഞാൻ തമിഴ് മീഡിയത്തിലാണ് ഫുള്ള് പഠിച്ചത്. പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ വരുമ്പോഴത്തേക്കും +1 +2 ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചു വരുമ്പോഴത്തേക്കും പഠിക്കുന്ന മിക്ക സ്കൂളിലും ക്ലാസ് ഫസ്റ്റ് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ വാങ്ങിക്കും. അപ്പൊ അച്ഛനത് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും അച്ഛനറിയും ഇവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും, പുറത്തു പോയാൽ കുറച്ചും കൂടി കോമ്പറ്റീറ്റീവ് ഉള്ള പിള്ളേരുടെ അടുത്തൊക്കെ വാങ്ങിക്കുമെന്ന് നോക്കട്ടെ എന്നൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അത് ഇതൊക്കെ പറയും. സ്റ്റാർട്ടിങ്ങിലൊക്കെ പാസ്സാവുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് പിന്നെ ഫുൾ A+ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം കാണും. ഞാൻ +1 റിസൾട്ട് അന്നായിരുന്നു അവരുടെ അടുത്ത് അവസാനമായിട്ട് സംസാരിച്ചിരുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഡയറക്റ്റ് വീട്ടിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല, റിസൾട്ട് ഒന്നും മൂന്നാറിൽ നിന്ന് നോക്കാൻ പറ്റില്ല. അച്ഛൻ മൂന്നാറിൽ വന്നിട്ട് എന്തെങ്കിലും നെറ്റ് സെന്ററിൽ പോയിട്ട് റിസൾട്ട് എടുത്ത് പിന്നെ അച്ഛൻ വീട്ടിൽ പോയി പറഞ്ഞാലേ അമ്മയ്ക്ക് അറിയുള്ളൂ. കോണ്ടാക്ട് ചെയ്യാൻ ഫോണൊന്നും അങ്ങനെ ഒന്നുമില്ല. അപ്പോ മൊബൈൽ ഫോണൊന്നും വർക്ക് ചെയ്തില്ല. അവിടെ ടവറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, മൊബൈൽ ടവർ ഇല്ലാത്ത ഇപ്പൊ അവിടെ ഒരു ടവർ ഉണ്ടെന്ന് തോന്നുന്നല്ലേ പെട്ടിമുടിയില്? അപ്പൊ അമ്മയ്ക്ക് ആണെങ്കിൽ ഞാൻ സംസാരിക്കുന്നു ഇങ്ങനെ 2 A+ +1 അല്ലേ, 2 A+ ഉണ്ട്, ബാലൻസ് എല്ലാം A ആണെന്നൊക്കെ പറഞ്ഞപ്പോ നല്ല മാർക്കാണോന്ന് ആദ്യം അച്ഛൻ ഇങ്ങോട്ട് ചോദിച്ചത്. നല്ല മാർക്കൊക്കെയാണ്, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നെക്സ്റ്റ് ഇയറിൽ എന്തായാലും ഞാൻ ചെയ്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി സന്തോഷത്തിലാണ് ഫോൺ വെച്ചത്. പക്ഷെ ഞാൻ അന്നറിഞ്ഞില്ല അതായിരിക്കും നമ്മുടെ അവസാനത്തെ സംസാരം. +2 ഫുൾ A+ കിട്ടിയപ്പം പറയാൻ പറ്റില്ല അച്ഛനോടും അമ്മയോടും? ഒരുപാട് സങ്കടം എന്ന് വെച്ചാ അച്ഛൻ അങ്ങനെ ഒരുപാട് എക്സ്പോസ് ചെയ്ത ആളൊന്നും ഇല്ല. ഞാനത് അച്ഛനിങ്ങനെ ഇല്ല, പക്ഷെ ഉണ്ടായിരുന്നു ഇതൊക്കെ പറയാൻ ജസ്റ്റ് ഒരു സ്മൈൽ ഉണ്ടായിരിക്കും അച്ഛന്റെ മുഖത്തില്. പക്ഷെ അത് എത്ര പൈസ കൊടുത്താലും അച്ഛന്റെ മുഖത്തിൽ അത് കിട്ടാത്ത ഒരു സന്തോഷമായിരിക്കും. അച്ഛൻ അങ്ങനെ പുറത്ത് പറയുന്ന അങ്ങനത്തെ ഒരാളല്ല. അച്ഛൻ എന്ന് വെച്ചാ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ്. ഇത് നേടിയെന്ന് വെച്ചാ ഓക്കെ നെക്സ്റ്റ് പോവാം, ഇതിനെ അങ്ങനെ നിൽക്കണ്ട, അങ്ങനെ മാത്രമേ പറയുന്നുള്ള ഒരാളാണ്. ഇപ്പൊ +2 റിസൾട്ട് തന്ന ഒരുപാട് എന്ന് വെച്ചാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ചെയ്തു, പക്ഷെ നിങ്ങളിപ്പോ തിരിച്ചെനിക്ക് എന്താ ചെയ്യാൻ പോകുന്നേ? അപ്പൊ അത് അവരുടെ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ചോദിക്കാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടെൻഷനും ഒരു സമയം പറഞ്ഞു. +2 ഫുൾ A+ കിട്ടിയപ്പം ചേച്ചിയോട് തീർച്ചയായിട്ടും, അല്ലാതെ ചേച്ചി അല്ല ആരോട് പറഞ്ഞു? നമുക്കിപ്പോ യഥാർത്ഥം ഇത് ആദ്യം അച്ഛനോടും അമ്മയോടും ആണല്ലോ പറയുക, അതിന് പകരം പിന്നെ ആരോട് പറഞ്ഞു? ഇങ്ങനെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറായിരുന്നു എന്നെ വിളിച്ചത്. ഞാൻ ഫുൾ A+ എന്നായിരുന്നു, പക്ഷെ ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി, കസിൻ ചേച്ചി, ചേട്ടൻ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ പേര് അറിയുന്നില്ല, കുറച്ച് ഇവരുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. കോൾ ചെയ്തിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാൻ പിന്നെ എന്റെ മാർക്ക് ഷീറ്റിന്റെ ഇത് കോപ്പി വാട്സപ്പിൽ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും റിപ്ലൈ വരുന്നുണ്ട്, നിന്റെ ഹിസ്റ്ററിയില് നിന്റെ വിജയങ്ങൾ മാത്രമല്ല നിന്റെ പരാജയങ്ങളും കുറിക്കപ്പെടുമെന്ന്. അത് കണ്ടപ്പോഴത്തേക്കും ഇവരുടെ അടുത്ത് എന്തിനാ പറയാൻ അപ്പൊ ഈ അങ്ങനെ അയച്ചപ്പോ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പരാജയത്തിന് പ്രിപ്പയർഡ് ആവാൻ വേണ്ടി ചിലപ്പം അവര് പറഞ്ഞതായിരിക്കും, അതിബുദ്ധിയിൽ പറഞ്ഞതായിരിക്കും. പക്ഷെ എന്നാലും നമ്മളൊരു വിജയത്തിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെയല്ല പറയേണ്ടത് എന്നുള്ളത് യാഥാർത്ഥ്യം. അതെ, അന്ന് ഞാൻ ഫിക്സ് ആക്കി. അപ്പൊ ഇതെന്റെ അച്ചീവ്മെന്റ് ആയിട്ട് ഇവര് അംഗീകരിക്കുന്നില്ല, പോട്ടെ ഇതിനു ശേഷം ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അടുത്ത എൻട്രൻസും പ്രിപ്പയർ ചെയ്യാനെന്ന ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു. അതിൽ അന്ന് ഞാൻ ഓർക്കുന്നു, ഗോപിക ടെലിവിഷനിലും പത്രങ്ങളിലും ഒക്കെ വന്നൊരു വാർത്ത, അതായത് അച്ഛന്റെ അമ്മയുടെ സ്മാരകത്തിൽ കൊണ്ടുപോയിട്ട് അല്ലെ മെമ്മോറിയൽ കൊണ്ടുപോയിട്ട് സർട്ടിഫിക്കറ്റ് വെച്ചു അല്ലെ, സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചിട്ട് കരഞ്ഞു. അച്ഛനെ കൊച്ചുനാൾ തൊട്ട് നമ്മളിങ്ങനെ സ്കൂളിൽ നിന്ന് പഠിത്തത്തിന്റെ കാര്യത്തില്, അച്ഛന് പഠിത്തം മാത്രമല്ല വേറെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഇഷ്ടമാണ്, എന്നാലും പഠിത്തത്തില് കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ആണെങ്കിൽ, നമ്മുടെ കയ്യിൽ എന്ത് നേടിയാലും ആർക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോകാൻ പറ്റും, നമ്മൾ മരിച്ചപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ പഠിത്തമാണ്, അതുകൊണ്ട് അത് എത്ര അങ്ങറ്റം നമുക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു പോയാലും
അത് മാത്രം കൈവിട്ടേക്കല്ലേ, പഠിച്ചുകൊണ്ടിരിക്കണം, അത് മാത്രമേ നമുക്ക് അവസാനം വരെ കൂടെ വരത്തുള്ളൂ എന്ന് അച്ഛൻ എപ്പോഴും പറയും. ഇങ്ങനത്തെ ക്ലാസ് ഫസ്റ്റ് അങ്ങനെയൊക്കെ മെഡൽ അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അച്ഛനടുത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അച്ഛൻ അത്രയും സന്തോഷത്തില് കാണാം, പക്ഷേ എന്നുവെച്ചാൽ ജസ്റ്റ് ചിരിക്കും. ആ പ്രത്യേകത്തിൽ അത് ചിരിച്ചാണ് അച്ഛൻ കാണിക്കുന്നത്, അച്ഛന്റെ സന്തോഷം അങ്ങനെ. പിന്നെ ഇത് കാണിക്കുന്നപ്പോ ഇപ്പൊ നിങ്ങൾ ചിരിക്കോ കരയോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് എനിക്ക് അപ്പോ അവരുടെ അടുത്ത് പറയാൻ പറ്റിയ ഒരു വാക്കെന്ന് വെച്ചാ, എനിക്ക് ഈ മണ്ണില് സ്വതന്ത്രമായിട്ട് എന്റെ സ്ഥലം ഒന്ന് പറയാൻ പറ്റുന്ന ഒരു ഇത് നിങ്ങളുടെ സെമിത്തേരി ഇവിടെയാണല്ലോ, ഞാൻ പിന്നെ വേറെ എവിടെ പോവാനാ, എന്നെ ആരെപ്പോ ഞാൻ അമ്മനെ വിളിക്കാനാ, അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം തകർന്ന രീതിയിലായിരുന്നു. എന്നാൽ പോലും എന്റെ ബുക്സ് ഒക്കെ നമ്മള് മാർക്ക് ചെയ്ത് ഹൈലൈറ്റർ ഒക്കെ വായിച്ച് പഠിക്കുന്ന പ്ലസ് 2 ഒക്കെ സമയത്ത് എന്റെ കണ്ണീരുകളായിട്ട് മൊത്തം ബുക്ക് ഫുള്ള് ബ്ലറായിട്ട് വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടായിരിക്കും. അതെ, എന്നുവെച്ചാ ഈ റിപ്സിന് അങ്ങനെയൊക്കെ കുറച്ച് സയൻസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഓർമ്മയ്ക്ക് വരുന്നത്. ഇതായിരുന്നല്ലോ അത്, അന്ന് അവർ ഇത് പൊട്ടിപ്പോയി, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ വായിച്ചു മനസ്സിലാക്കാൻ പറ്റി ഭാവിയിലെ ഈ ഡോക്ടർക്ക് എന്ന് വെച്ചാ എനിക്ക് ഫുള്ള് അതായിരുന്നു മെയിൻ റീസൺ. എന്തായാലും ഞാൻ ഒരു ഡോക്ടർ ആവുന്ന വെച്ചിട്ട് അന്ന് തീരുമാനിച്ചാണ് റിപ്പോർട്ട് വായിച്ചപ്പോ ഡോക്ടർ ആവാൻ തീരുമാനിച്ചു. നന്നായി, അത് നല്ല തീരുമാനം. എനിക്കെന്ന് വെച്ചാൽ ഇപ്പൊ ഇവർക്ക് ഒന്നും ഞാൻ ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് എന്താ സംഭവിക്കുന്ന പോലും ഒന്നും അറിയാതെ ഞാൻ അവിടെ ട്രിവാൻഡ്രത്ത് കിടന്ന് ഉറങ്ങിയത്, ഫുഡ് കഴിച്ചു, ക്ലാസ് ഒക്കെ കണ്ട് നടന്നത്. അപ്പോ എനിക്ക് ഇപ്പോ ഒരു പാരന്റ്സിന് കൊച്ചുങ്ങളുടെ സ്നേഹം, കൊച്ചുങ്ങൾക്ക് പാരന്റ്സിന്റെ കെയറും എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്കറിയാം, മനസ്സിലാവുന്നു അല്ലേ? അതെ, അതുകൊണ്ട് ഞാൻ ഡോക്ടറായിട്ട് ആർക്കും മരണത്തിനെ പറ്റത്തില്ല. അപ്പൊ പക്ഷെ അവരുടെ ആ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാമല്ലോ അവരുടെ കൊച്ചുങ്ങളോട് നിൽക്കുന്ന കാലഘട്ടം. എന്നുവെച്ചാൽ എന്റെ ഏജ് എന്ന് പറയുമ്പോൾ എവിടെയായാലും പേഷ്യൻസ് എനിക്ക് കുറച്ചും കൂടി താല്പര്യമുള്ളത് എല്ലാം കിട്ടുന്ന സ്ഥലത്തില് കുറെ പേർ കാണുമല്ലോ ചെയ്യാൻ വേണ്ടിട്ട്. ആരും ഇല്ലാത്ത സ്ഥലത്തില് ഒരുപാട് കഷ്ടപ്പെടുന്നവർക്ക് പാവങ്ങളുടെ ഒരു ഡോക്ടർ ആയി തീരണം എന്ന് എനിക്കൊരു ആഗ്രഹം. പെട്ടിമുടിയിലല്ല, കുറച്ച് കഴിഞ്ഞ് ഒരു കാട്ടിന്റെ കുട്ടിയാർവിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ പോയാൽ അവിടെയാണോ താമസിക്കേണ്ടത്? ഇല്ല, ഞാനും ചേച്ചിയും അല്ലേ ഉള്ളൂ. പിന്നെ ആ വീട് ഭയങ്കര ഒരു അകത്താ. അപ്പൊ ഇനി എവിടെ താമസിക്കും? അപ്പൊ ഇപ്പൊ തന്നെയാണോ അത്? അത് തീരുമാനിക്കാൻ ഇനി നമ്മള് പെർമനന്റ് ആയിട്ട് ഒന്നുമില്ല. ഏത് ഹോസ്റ്റൽ എവിടെയാണ് കോളേജിൽ പഠിക്കുന്നത് അവിടുത്തെ ഹോസ്റ്റലാണെന്ന് നമുക്ക് കുറച്ചും കൂടി അവിടെ താമസിക്കേണ്ടി വരും. എല്ലാരും വീട്ടിലേക്ക് പോകും, നമുക്ക് അവിടെ താമസിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഞാൻ ട്രിവാൻഡ്രം പഠിച്ചു വരുന്ന സമയത്ത് വീട്ടിൽ പോകുന്നവരെന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത ഒരു ഹാപ്പി ഫീൽ ആണെന്ന്. എന്ന് വെച്ചാൽ ഈ KSRTC ബസ്സിലെ പോകുന്നത് ട്രിവാൻഡ്രത്തില് കുറെ പേര് മൂന്നാറിൽ എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മളാണെങ്കിൽ ഭയങ്കര പാട്ട് ഇട്ട് ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് മൂന്നാറിൽ വരുന്നത്. പക്ഷെ ഈ ഞാൻ +1 പഠിച്ച 3 ഇതിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ആദ്യത്തെ ഇതിൽ ട്യൂഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ അച്ഛൻ വരണ്ടെന്ന് പറഞ്ഞു, ട്യൂഷൻ ഉണ്ടല്ലോ നീ അവിടെ പോയിരുന്നു പഠിച്ചോന്ന് പറഞ്ഞു. സെക്കൻഡ് ഇതിൽ ഞാൻ NSS ഉണ്ടായിരുന്നു, അപ്പൊ അവിടുത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ക്രിസ്മസ് ലീവില് പോകാൻ പറ്റില്ല. പിന്നെ അവസാനം പിന്നെ കോവിഡ് വന്ന് തന്നെ വീട്ടിൽ പോകാൻ സമ്മതിച്ചു. അങ്ങനെ പോയിട്ട് അത് ആസ്വദിക്കാനും പറ്റില്ല. അതെ. പക്ഷെ അവസാനം കോവിഡിന്റെ കാലം വന്നപ്പോഴത്തേക്കും ആർക്കും ജോലി ഒന്നുമില്ല, എല്ലാവരും വീട്ടിൽ ഒരുമിച്ച്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ കുറെ ദിവസം എൻ്റെ അച്ഛനമ്മ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചെലവിട്ട സമയം എന്ന് വെച്ചാൽ ഈ കോവിഡ് വന്നിട്ടാ. എന്ന് വെച്ചാൽ ആർക്കും ജോലിയില്ല, നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ കളിച്ച് നടത്ത് ചിരിച്ചിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ട് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവൂലേ? അപ്പൊ അതൊക്കെ നമ്മളൊക്കെ ഒറ്റ വീടല്ലേ, എല്ലാം ചെയ്തു പോകും. സർക്കാർ ജോലി ആയിരുന്നോണ്ട് അവിടുന്ന് ഡെയിലി വേജസ് ആയിരുന്നു അല്ലേ? ഡെയിലി വേജസ്. അപ്പൊ അത് പണി ചെയ്താലേ പൈസ കിട്ടൂ. അമ്മയ്ക്ക് കിട്ടുമായിരുന്നോ? അമ്മ ഞാൻ 4th പഠിക്കുന്നവരെ തോട്ടം തൊഴിലാളി അവിടെയായിരുന്നു. പിന്നെ 4th കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം എപ്പോഴായിരിക്കും അച്ഛനും അമ്മയും മരിച്ചത്? ഏത് സമയത്തായിരിക്കും? മിക്കവാറുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് 5 to 6 എന്ന് വെച്ചാൽ അവര് രാത്രി 10:30 എന്നൊക്കെ. സത്യം പറഞ്ഞാ അവിടെ എന്താണ് നടന്നത് ഇതുവരെ എനിക്കൊന്നും അറിയത്തില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ലാൻഡ് സ്ലൈഡ് അത് മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ, വേറെ ആരും സത്യം പറയുന്നില്ല. ഞാൻ ഇതെന്താ സംഭവിച്ചെന്ന് വെച്ചിട്ട് അതിന്റെ എന്റെ മനസ്സെന്ന് വെച്ചാൽ ഒരുപാട് ഇതെന്താന്നൊക്കെ കുറച്ചുപേര് പറയുന്നില്ല. അല്ല
ഞാൻ മാത്രമല്ല ചോദിക്കുന്നത്, അവര് മൾട്ടിപ്പിൾ സ്റ്റോറീസ് ആണ് പറയുന്നത്. എന്റെ അടുത്ത് ഒന്ന് ഇങ്ങനെയായിരുന്നോ, നമ്മൾ കണ്ടില്ല പോയി എന്നൊക്കെ പറയും. പിന്നെ കുറെ അവരുടെ അടുത്ത് അവന്മാർക്ക് കിടക്കട്ടെ, ഞാൻ വന്നതാ, എനിക്ക് എന്റെ ജീവിതം വലുതാന്നൊക്കെ പറയും. അപ്പൊ ആരും പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതാണോ എന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞ ഇതുവരെ. ഇപ്പൊ അവരെല്ലാരും പോയി, ഇനി അറിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി എന്തെങ്കിലും ചെയ്യാമായിരുന്നു. വിധി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ ഇനിയിപ്പോ മുന്നോട്ട് പോവാ. അപ്പൊ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ, ഡോക്ടർ ആവുക, വലിയ മിടുക്കി ഡോക്ടർ ആവുക, ഏറ്റവും കൂടി MD കൂടെ ഒക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് പോയി ആൾക്കാരെ സേവിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മത്സരത്തിലേക്കാണ് പോകേണ്ടത്. ഇന്നിപ്പോ എങ്ങനെയാ മത്സരിക്കുക? ഈ ഗോപിക ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? അപ്പൊ ഈ 10 ചോദ്യങ്ങൾ വഴി വേണമെങ്കിൽ മത്സരിക്കാം, 20 ചോദ്യങ്ങൾ വഴി മത്സരിക്കാം. അപ്പൊ ഗോപിക എവിടെ ഏത് വഴി പോകും? 20 ചോദ്യങ്ങൾ. അപ്പൊ 20 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ കുട്ടേട്ടനെ പരിചയമുണ്ടോ? കുട്ടേട്ടനാണ് ദ മോസ്റ്റ് ഫേമസ് മാൻ ഇൻ പെട്ടിമുടി. നമസ്കാരം ഗോപിക. നമസ്കാരം കുട്ടേട്ടാ. ഹലോ, അത്രയും തമിഴ് അറിയാം അദ്ദേഹത്തിന്, പേടിക്കണ്ട. ഗോപിക സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു. ഗോപിക നന്നായി മത്സരിച്ചോളൂ, കുട്ടേട്ടൻ എല്ലാത്തിനും സഹായിക്കാം. താങ്ക് യു. ഗോപിക കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. 1 കോടി കിട്ടുമോ? ഓക്കെ, അപ്പൊ ഗോപിക ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിനി. ടെൻഷൻ ഉണ്ടോ? MBBS സ്റ്റുഡന്റ് അല്ലേ? ആട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. ഹാർട്ട് ബീറ്റ് കുട്ടേട്ടാ ഇങ്ങനെയായത് 113 എന്ന് പറയുമ്പോ ദേശം അല്ലേ? കുഴപ്പമില്ല, അതൊക്കെ മാറിക്കോളും. ഈ തീർത്ഥത്തിനായൊരു ഇഫക്റ്റ് ഉണ്ട്, ഒരു ആത്മവിശ്വാസത്തിന്റെ തീർത്ഥമായത് കേട്ടോ. കാട്ടുചൂലകളിൽ കാണുന്ന തീർത്ഥം പോലെയാ, അല്ല ശുദ്ധമല്ലേ ആ വെള്ളം, ചോലകളിൽ വരുന്ന വെള്ളം. ഓക്കെ, റെഡി? കുഞ്ഞിരാമ വേഗം കൊണ്ടുവരൂ. വെള്ളം ഇത്തിരി കുടിച്ചോളുക. കുഞ്ഞിരാമൻ നിൽക്കുന്നില്ല, കുഞ്ഞിരാമൻ ഇങ്ങനെ ഓടാൻ നിൽക്കുക. താങ്ക് യു. കുഞ്ഞിരാമ സ്ഥലം വിട്ടോളൂ. ബൈ. നമ്മളിനി വിജ്ഞാനത്തിന്റെ ലോകത്തിലേക്ക് കയറാൻ പോകുന്നു. MBBS വിദ്യാർത്ഥിനി, പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് വിദ്യാർത്ഥിനി അല്ലേ പഠിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിൽ കിടക്കാം. 10,000 രൂപയുടെ ചോദ്യം, 10,000 rupees. ടെൻഷൻ ഒന്നും വേണ്ട, റിലാക്സ്, ഫ്രീ കേട്ടോ. ഓക്കെ, റിലാക്സ് എന്ന് പറഞ്ഞാൽ 3 തവണ ശ്വാസം വലിച്ചു വിട്ടോളൂ. നിങ്ങൾ ഡോക്ടർമാര് പറയില്ലേ, അതുപോലെ സ്വാതന്ത്ര്യം ഇങ്ങനെ വലിച്ചു വിട്ടോളൂ. ഓക്കെ, മോർണിംഗ്. ഇനി പറയുന്നവയിൽ ഏത് ഭാഷയിലാണ് കമ്പരാമായണം എഴുതപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ മലയാളം, ഓപ്ഷൻ ബി തമിഴ്, ഓപ്ഷൻ സി ഉറുദു, ഓപ്ഷൻ ഡി ഹിന്ദി, ഓപ്ഷൻ ഇ സംസ്കൃതം. ഉറപ്പാണോ? കമ്പരാമായണം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? സാധാരണ രാമായണത്തിൽ നിന്ന് എന്തോ വ്യത്യാസം കമ്പരാമായണത്തിൽ? രാവണൻ അതിലൊരു ഹീറോ ആണ് അല്ലേ? അതാണ് കളി. ഓക്കെ, ഓപ്ഷൻ ബി തമിഴ്. പൂട്ടോ ഉറപ്പല്ലേ? ഓപ്ഷൻ ബി തമിഴ് ശരി ഉത്തരം. അപ്പൊ 10,000 rupees. കൺഗ്രാചുലേഷൻ. സ്റ്റാർട്ട് കൊള്ളാം. നീ തകർത്തോണം. വയലാർന്ന് കവിയെ കേട്ടിട്ടുണ്ടല്ലോ, വയലാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കവിതയില് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് സർഗസംഗീത ഒരു പുസ്തകത്തിലാണുള്ളത്. അതായത് ഈ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത് മകളെ കാണാനുള്ള സ്നേഹം കൊണ്ടാണ് എന്നാണ് അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനല്ല. അപ്പോ ശരിക്കും അദ്ദേഹം പറയുന്നത് ഈ ഇദ്ദേഹത്തിന് ഒരു ശാപം കിട്ടുന്നതാണ്. അതായത് ആ ശാപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വന്തം മകളുടെ ഇതുകൊണ്ട് മരിച്ചു പോകണം എന്ന് കിട്ടുന്നത്. കമ്പരാമായണം അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലൊരു കവി. ഓക്കെ, അപ്പൊ സീത എന്ന് പറഞ്ഞ മകളിങ്ങനെ അയാളുടെ മനസ്സിലിങ്ങനെ ഇതായപ്പോ അവളെ കാണാനുള്ള ത്വര കൊണ്ട് തട്ടിക്കൊണ്ടുപോയി. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം 20,000 രൂപയുടെ ചോദ്യം, 20,000. മോർണിംഗ്. ആ കവിതയുടെ പേര് രാവണപുത്രി എന്ന് കേട്ടോ. ഇപ്പൊ എനിക്ക് ഓർമ്മ കിട്ടി, പറഞ്ഞില്ലെന്ന് വേണ്ട. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ഏക IIT സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി പാലക്കാട്, ഓപ്ഷൻ ഇ എറണാകുളം. ഡി ഏതാണ്? പാലക്കാട്. കൂട്ടോ? കുഴപ്പമില്ലല്ലോ. ഇല്ല. മലയാളം അക്ഷരം എഴുതാനും വായിക്കും. മലയാളം മീഡിയത്തിൽ പഠിച്ചോ? ഇല്ല, തമിഴ് മീഡിയത്തിലാ പഠിച്ചല്ലേ? അപ്പൊ മലയാളം എഴുതാനും വായിക്കാൻ അറിയാമോ? കുറച്ച് അത് മതി, അത്രയും മതി. ഓപ്ഷൻ ഡി പാലക്കാട്. ഞാൻ പൂട്ടോ? പൂട്ടി. തുറക്കട്ടോ?
തുറന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഉത്തരം ശരിയായിരിക്കുമോ? ആയിരിക്കും. ഉത്തരം ശരിയാണ്. അപ്പൊ 20,000 രൂപ കൈ കിട്ടും. യഥാർത്ഥത്തില് പലപ്പോഴും ഈ ദുരന്തത്തിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് ഒരുപാട് സഹായങ്ങളുമായിട്ട് ആൾക്കാർ വരാറുണ്ട്. മീഡിയയിൽ അവർ നിറയും കേട്ടോ. അവരെ എന്തും ചെയ്തു കളയുന്ന മഞ്ഞൊക്കെ ഇറങ്ങും. പിന്നെ അവരെ കാണത്തില്ല. അതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പെട്ടിമുടി അല്ലേ? പെട്ടിമുടിയിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ലഭിച്ചു. അത് ബന്ധുക്കളും നാട്ടുകാരും സ്വന്തക്കാരും ഒക്കെ ഉണ്ടാവും അല്ലേ? അവരെ പിന്നെ കാണാൻ കിട്ടി? എവിടെയെങ്കിലും വെച്ച് കണ്ടോ? വല്ല ബസ് സ്റ്റാൻഡിലെങ്കിലും വെച്ച് കണ്ടോ? നമ്മുടെ വിജയത്തിന്റെ കൂട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കും. പക്ഷെ നമ്മുടെ പരാജയം വരുമ്പോ നമ്മളവിടെ ഒറ്റപ്പെട്ട നിലയാണ്. എല്ലാരും മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മൾ എത്ര എന്ത് പറ്റാലും നമ്മുടെ സ്വന്തം പാരന്റ്സിനെ പോലെ ആർക്കും അത് ഈക്വൽ ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. അച്ഛനും അമ്മയ്ക്കും പകരം വെക്കാൻ ആരും കാണത്തില്ല. നമ്മളാണെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്ന് പഠിച്ച എന്റെ പ്രായത്തിന് ഇതൊക്കെ അനുഭവിക്കാനുള്ളതാണോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരുപാട് കഷ്ടപ്പാടുകളുടെ ഇടയിലാണ് ഞാൻ ഇങ്ങനെ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറെ പേരുടെ പഠിക്കാൻ പൈസയുണ്ടോ? ഇപ്പൊ സർക്കാർ മെഡിക്കൽ കോളേജ് പൈസയുടെ ആവശ്യം വരുന്നതായിട്ടില്ല. ഫീസ് ഒന്നും കൊടുക്കണ്ട അല്ലേ? ഓക്കെ, ഗവൺമെന്റ് ആണ് പഠിപ്പിക്കുന്നത് അല്ലേ? ഫീസ് സൗജന്യം. അതുപോലെ പെട്ടിമുടി ദുരന്തത്തിന് ശേഷം ഗവൺമെന്റ് ചെലവുകളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ടോ? ഗവൺമെന്റ് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അത് യൂസ് ചെയ്യാനുള്ള ഇതെന്ന് വെച്ചാൽ നമ്മള് ഫുള്ള് പഠിച്ചത് ഗവൺമെന്റ് സ്കൂൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത്രയും ഒരു ഇത് ആവശ്യം വന്നില്ല. ഇപ്പൊ മെഡിക്കൽ കോളേജില് ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അല്ലെ ഞാൻ ചോദിക്കുന്നത്, ഈ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്ത്രങ്ങള് ഇങ്ങനെയൊക്കെയുള്ള ചെലവൊക്കെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ പൈസ കൊണ്ട് പറ്റുമോ? അല്ല, സ്വന്തം കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തം ചെയ്യണം. വസ്ത്രങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നോക്കണം. പിന്നെ അതിനുള്ള പൈസ ഒപ്പിക്കും എന്നുവെച്ചാൽ ഇങ്ങനെ കിട്ടുന്നത് ഗവൺമെന്റ് കൊടുത്ത കോമ്പൻസേഷനും പിന്നെ ഇങ്ങനെ പുറത്തുനിന്ന് കൊടുക്കുന്നവരെ അതൊക്കെയാണ് വെച്ചിട്ട് പോകുന്നത്. അപ്പൊ ഈ നിങ്ങൾക്ക് അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും സമ്പാദിച്ചു വെച്ചിരുന്നോ? ബാങ്കിലെങ്ങാണ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, അങ്ങനെ വെച്ചാൽ എല്ലാരും വീട്ടിലല്ലേ നമ്മള് വെക്കത്തുള്ളൂ. വീട് മൊത്തം പോയപ്പോ നമുക്കത് വലുതായിട്ട് തോന്നില്ല. മണ്ണ് വീണു അല്ലേ? പിന്നെ അവരെ പോയി പിന്നെ അവര് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാന്ന് വെച്ചിട്ട്. അപ്പൊ കടം വല്ലതും ഉണ്ടായിരുന്നു? കാര്യം കടക്കാരൻ അന്വേഷിച്ചു വരുമല്ലോ. അവർക്ക് പെട്ടിമുടി പ്രശ്നമല്ലല്ലോ. അച്ഛനാണെങ്കിൽ പറയും നമുക്കാണെങ്കിൽ കടം വാങ്ങിച്ച് ജീവിക്കുന്നുള്ള ഏത് അങ്ങനത്തെ ഒരു ആവശ്യം ഇല്ല. എന്നാൽ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുക പോലും അവർ കൃത്യസമയത്ത് കൊടുത്തിരിക്കും. പഠിക്കാൻ മാക്സിമം നമുക്ക് വേണ്ടിയായിരിക്കും എന്തെങ്കിലും ചെയ്യാനുള്ളത്. അപ്പോ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇൻഫോം ചെയ്യും. ഇതുവരെ അങ്ങനെ വലുതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അച്ഛൻ വെച്ചാൽ അങ്ങനത്തെ ഒരു കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് ജീവിച്ചു പോവാ. അതായിരുന്നു അച്ഛൻ്റെ ഒരു പോളിസി. ഈ ഗവൺമെന്റ് കോമ്പൻസേഷൻ കൊടുക്കുന്നവരെ അവരാണെങ്കിൽ ആരും വന്നില്ല, നമ്മളിങ്ങനെ പോന്നു. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ടെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്ന സമയത്തിലാണ് ഓരോ കൂട്ടങ്ങളായിട്ട് ഇങ്ങോട്ട് വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛൻ അത് വാങ്ങിച്ചിരുന്നു, ഇത് വാങ്ങിച്ചിരുന്നു, ചീട്ടിയുടെ പൈസ അത് ഇതെന്ന് വെച്ചാൽ ആ 3ാമത്തെ ദിവസം തൊട്ട് ഈ 3 വർഷം വരെ കുറെ പേര് ഇങ്ങനെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് വാങ്ങിച്ചോ ഇല്ലയോ എന്ന് നമുക്കൊന്നും അറിയത്തില്ല. ആ സങ്കടത്തിന്റെ നടുവിൽ കൂടി ഇങ്ങനെ വരുമ്പോ ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ എന്നൊക്കെ സംശയം തോന്നും. അതെ, എനിക്കൊന്ന് ഈ പഠിക്കുമ്പോഴൊക്കെ ചില സഹായങ്ങൾ കിട്ടി. MBBSന്റെ ഈ കോഴ്സിന്റെ പരിശീലനത്തിനൊക്കെ പോയിരുന്ന എവിടെയായിരുന്നു? ബ്രില്യന്റ് ആണ്. ബ്രില്യന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ സപ്പോർട്ടീവ് ആണ്. ഞാൻ അങ്ങോട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എനിക്കിങ്ങനെ ഒരു ഡ്രീം ഉണ്ട്. അപ്പൊ ഇത് എൻട്രൻസിലൂടെയാണ് സാധിച്ചെടുക്കാൻ പറ്റുന്നത്. അതെ അതെ, ബ്രില്യന്റ് ആണ്. എന്നെ ഫീസില്ലാതെ 1 വർഷം ഫുള്ള് പഠിപ്പിച്ചത്. ട്യൂഷൻ ഫീസ് വാങ്ങിച്ചില്ല. ഹോസ്റ്റലിലെ ഫെസിലിറ്റീസ് എല്ലാം. പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഫുഡ് എന്ന് വെച്ചാൽ എല്ലാം അവരാണ് ചെയ്തത്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരെന്ന് വെച്ചാൽ ഈ നീറ്റ് എക്സാം വരെ മാത്രം നിന്നിട്ടില്ല. ഈ അഡ്മിഷൻ എടുക്കുന്ന കാലഘട്ടത്തിലായും ഇപ്പോഴും ഡെയിലി വിളിക്കും. അതെ അതെ അതെ, ജോർജ് സാറും പിന്നെ ടീച്ചേഴ്സ് കുറെ പേരുണ്ട്. എന്റെ ഹോസ്റ്റലിൽ നിന്ന ടീച്ചേഴ്സ്, സിക്ക് റൂമിലെ ടീച്ചർ, അങ്ങനെ കുറെ പേരുടെ ഇതെന്ന് വെച്ചാ ഇപ്പോഴും എന്റെ പുറകിൽ അവർ വന്നുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇനി എവിടെയെങ്കിലും നല്ലൊരു പോസ്റ്റിൽ എത്തിപ്പെടുന്നവരെ നമ്മളൊക്കെ കൂടെ ഉണ്ടായിരിക്കും. അതെ അതെ, ഒന്നത്തിനും പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. അതെ അതെ, നന്നായി. ഗവൺമെന്റിൽ കിട്ടിയ കോമ്പൻസേഷൻ വാങ്ങിച്ചിറങ്ങി ഉടനെ ചേച്ചി കടം വാങ്ങിച്ച പൈസ ചോദിക്കാൻ വന്നില്ലേ? അത് കടം നമ്മൾ വാങ്ങിച്ചോന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അച്ഛൻ മിക്കവാറും നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതിവിടെ നിന്ന് വാങ്ങിക്കുക, അപ്പൊ നിങ്ങൾ സൂക്ഷിക്കുക അങ്ങനെയൊക്കെ പറയത്തില്ലേ. അപ്പൊ അതാരും ഒന്നും പറയുന്നുമില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഞാൻ ഈ കോമ്പൻസേഷൻ കിട്ടിയത് നമുക്ക് ജീവിക്കാനുള്ളതാണെന്ന് അങ്ങനെ വരുന്ന സമയത്ത് എക്സ്ട്രാ പൈസ ഇട്ട് അതും കൂടി മറ്റവർക്ക് കൊടുക്കാനുള്ള അവസ്ഥയിൽ പോയിട്ട് കുറെ പേർ വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മാത്രല്ല അത് ഗോപിക്ക് എന്തിനാ ഏറ്റെടുത്തത്? കാര്യം ഗോപിക്ക് അറിയില്ലല്ലോ ഒരു കൊടുക്കാണ്ടോ ഇല്ലെന്ന്. ഏറ്റെടുത്തില്ല, നമുക്കറിയാം. കോമ്പൻസേഷൻ വാങ്ങി ഇറങ്ങിയോടെ അച്ഛൻ വാങ്ങിച്ച പൈസ താന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാല് അവരോട് എന്താ പറഞ്ഞത്? ആ ചെക്കൊക്കെ വാങ്ങിച്ചിട്ട് അത്രയും സങ്കടത്തിലാണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ജീവിതകാലം മൊത്തം
ഇവരിങ്ങനെ മരിച്ചിട്ട് കിട്ടുന്ന പൈസയിലല്ലേ ജീവിക്കണം അതൊക്കെ ഓർത്ത് വിഷമിച്ച് വരുമ്പോഴാണ് അങ്ങനെ അല്ലേ? ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും കുറെ പേര് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞപ്പോ ഇപ്പൊ പൈസ വന്നില്ല ഇങ്ങോട്ട് താന്നൊക്കെ ചോദിക്കുമ്പോഴത്തേ ഇവർക്കൊക്കെ എന്തിന്റെ ഒരു ഇതാന്ന് ഭയങ്കര ഇങ്ങനെയൊക്കെയാണ് മനുഷ്യര്. ആ അപ്പൊ എന്താ മറുപടി പറഞ്ഞ അവരടുത്ത്? ആ പറയാൻ ചേച്ചിയുടെ നിന്നില്ല ആരുടെ അടുത്തും. ആ ചേച്ചിന്നല്ല കുറെ പേരുണ്ടായിരുന്നു, ആരുടെ അടുത്തും ഒന്നും പറയാൻ നിന്നില്ല. അപ്പോ നമുക്ക് സത്യാണോ അച്ഛൻ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ലല്ലോ, അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനൊന്നും കാണിക്കത്തില്ലല്ലോ. ആ അത് ശരിയാ. അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വിഷമം ഇവരെ കുറിച്ച് ഇങ്ങനെ കടം തോന്നിയിട്ടുണ്ട്. വാങ്ങിയതായിട്ട് കേട്ടിട്ടുമില്ല അല്ലേ? ആ അവർ കളിപ്പിക്കാൻ വന്നായിരിക്കും. കുറച്ചൊക്കെ ആ. നമുക്ക് അറിയാവുന്നവർക്കൊക്കെ നമ്മൾ കൊടുത്തു. എന്ന് വെച്ചാ അച്ഛൻ ഇങ്ങനെ മനസ്സിലായി. കടങ്കാരനായിട്ട് അങ്ങനെ Yeah. പോവേണ്ട, അങ്ങനെ ആരും പറയണ്ടെന്ന് വെച്ചിട്ട് കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്നവരൊക്കെ കൊടുത്തു. പക്ഷെ കുറെ പേര് വന്നിട്ട് ഗവൺമെന്റ് ഇങ്ങോട്ട് കൊടുത്തതിന് ഡബിൾ മടങ്ങൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോയി കൊടുക്കാനാ? എന്ന് വെച്ചാൽ 3 വേള ഫുഡ് പോലും നമ്മൾ എങ്ങനെയാ കഴിക്കുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് അറിയത്തില്ല. അടുത്ത നേരത്തെ ഫുഡ് എന്താണെന്ന് അറിയത്തില്ല. കിട്ടുവോ കിട്ടില്ലോ, മറ്റന്നാൾ എങ്ങനെ എവിടെ ഇന്ന് രാത്രിയാണെങ്കിൽ എവിടെ പോയി കിടക്കണം, ഹോസ്റ്റലാണ് ഇപ്പൊ ഹോസ്റ്റൽ കോഴ്സ് ഒക്കെ കഴിഞ്ഞാൽ എവിടെ പോകണം, അങ്ങനെ ഒന്നും അറിയത്തില്ല. സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ കയറി കിടക്കാനായിട്ട് അല്ലേ? അതെ ബന്ധുക്കളുടെ വീടല്ലാതെ. അതെ ഓക്കെ, അതെ. അപ്പൊ അതെല്ലാം ഉണ്ടാവും ജീവിതത്തിൽ, അതൊക്കെ ഉണ്ടാവും. താങ്കൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ, വലിയൊരു ഡോക്ടർ ആവുക. അപ്പൊ നമുക്കിനി അടുത്ത 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 30,000 ജനറൽ നോളജ് വീണ്ടും ഒന്ന് റെഡിയാക്കി വെച്ചോളൂ. മോർണിംഗ്. ഇനി പറയുന്നവരിൽ ഏത് വ്യക്തി ആരംഭിച്ച ബ്രാൻഡാണ് HRX? ഓപ്ഷൻ എ കൃതിക് റോഷൻ, ഓപ്ഷൻ ബി സൽമാൻ ഖാൻ, ഓപ്ഷൻ സി മഹേന്ദ്ര സിംഗ് ധോണി, ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി, ഓപ്ഷൻ ഇ സോനു നിഗം. എ ആരാണ് എ? ഋത്തിക് റോഷൻ. കൃതിക് റോഷൻ. കൂട്ടട്ടോ ഞാൻ? കൂട്ടട്ടോ? ഓപ്ഷൻ എ കൃതിക് റോഷൻ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയായി. ശരിയാണ്. എല്ലാം റൈറ്റ് പണ്ടും. ഓക്കെ, 30,000 രൂപയുടെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞു. അപ്പൊ 30,000 നമ്മുടെ മണിശീല അറിയാമോ? കീശയിൽ 30,000 രൂപയെ. ഹോസ്റ്റലിലേക്ക് ഒരുപാട് കൂട്ടുകാരികളൊക്കെ ഉണ്ടോ? കൂട്ടുകാരികളൊക്കെ പറഞ്ഞു നമ്മൾ ഫ്ലവേഴ്സ് 1 കോടിക്ക് പോകാൻ നമ്മൾ അടിച്ചോണ്ട് വരുന്ന 1 കോടി ആയിരിക്കും എന്ന് പറഞ്ഞു. അവരെന്താ പറഞ്ഞു? നീ വിജയ് ഭവ പോയി 1 കോടി അടിച്ചോണ്ട് പോവാ, നമുക്ക് എന്നിട്ട് അടിച്ച് അല്ലേ പറഞ്ഞു. പാലക്കാട് നമുക്ക് ഒന്ന് താർക്കണം. കൂട്ടേട്ടാ യെസ് ബോസ്. എന്താണാവോ? ഗോപിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഗോപിക, കുട്ടിക്കാലത്ത് നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് ഒരു പുലിയുടെ കുഞ്ഞിനെ കൊണ്ടൊന്ന് വളർത്തിയോ? അങ്ങനെ ഉണ്ടായോ? എന്ന് വെച്ചാ മാറിപ്പോയതാണോ? മാറിപ്പോയതെന്ന് വെച്ചാ കുഞ്ഞല്ലേ, പുലിക്കുഞ്ഞാന്ന് അറിയത്തില്ലായിരുന്നു. വീട്ടില് വന്നപ്പോഴത്തേക്കും എല്ലാരും നമ്മള് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വീട്ടിലെല്ലാരും കുറെ പേര് അവിടെ നോക്കി നിൽക്കുന്നത്. എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വീട്ടിൽ എന്തോ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മള് നോക്കിയില്ല. അതിനു മുമ്പ് രാവിലെ അവര് വന്നു എന്ന് പറഞ്ഞു, പിന്നെ പോയി എന്നൊക്കെ പറയുന്നു. ഒന്നും മനസ്സിലായില്ല. എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും വീട്ടിലൊരു പുലിക്കുഞ്ഞ് വന്നതായിരുന്നു. പക്ഷെ എല്ലാരും പൂച്ചക്കുഞ്ഞെന്ന് വിചാരിച്ച് പോയതാ. അപ്പൊ പിന്നെ പുലിക്കുഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും തിരിച്ച് അല്ലേ? ഓക്കെ, പൂച്ചക്കുഞ്ഞ വീട്ടിൽ വളർത്തിയല്ലേ? എന്ത് ചെയ്യാനാ, പുലിത്തള്ള തിരിച്ചു അന്വേഷിച്ചു വന്നേന് പ്രശ്നമായി പോയന്. ഞാൻ LP സ്കൂളിൽ പഠിച്ച സമയത്ത് കാടിന്റെ അകത്തായിരുന്നു. അപ്പൊ അങ്ങനെ ഇതേ സെയിം സംഭവം. എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയാണെങ്കിൽ അതെടുത്തിട്ട് വന്നിട്ട് എടുത്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ തടയൊക്കെ കൊടുത്തിട്ട് പൂച്ച അങ്ങനെയൊക്കെ പറയുമ്പോൾ അറിയുന്നത് അതും പുള്ളിയാണെന്ന്. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഗോപിക ഒരിക്കല് രാവിലെ 6 മണിക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം 2 മണിക്കാണ് എത്തിയത്. അപ്പൊ അന്ന് നാട്ടുകാർ മുഴുവന് ഗോപിയെ തെരഞ്ഞു നടന്നു. എന്താ സംഭവിച്ചെന്ന്? അതെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റലിലായിരുന്നു. അല്ലല്ല, ഹോസ്റ്റലിലായിരുന്നു. നല്ല മഴയായിട്ട് എല്ലാവരും റോഡൊക്കെ ബ്ലോക്ക് ആണ്. ഫ്ലഡ് വന്നിരുന്ന സമയത്തിലായിരുന്നു. ഞാനത് ഫാത്തിമ മാതാ ചിന്നാക്കനല്ല എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പഠിച്ചപ്പോ ആ ഹോസ്റ്റലാണ്. ഞാൻ 10th വരെ മൂന്നാറിലായിരുന്നു സ്കൂളിൽ പഠിച്ചത്. ആ സ്കൂളിലായിരുന്നു. അപ്പോഴാണെങ്കിൽ എല്ലാവരും അവിടെ നിന്ന് ഹോസ്റ്റലിൽ മിക്കവരും എല്ലാവരും വീട്ടിൽ പോയി. ഫ്ലഡ് ഒക്കെ ആയിരുന്നു ആ സമയത്തിലാണ്. അപ്പൊ ക്ലാസ് ഒന്നുമില്ല, ഹോസ്റ്റലിലേക്ക് അത്രയും സേഫ് അല്ലെന്നൊക്കെ പറയുന്നു. അച്ഛൻ ഭയങ്കര സ്ട്രോങ് ആണ്, നമ്മുടെ മേല് കുറെ ബോൾഡ്നെസ് ഒക്കെ എടുത്ത് വളർത്തിയ ആളാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു അത് സാരല്ല, എന്നെ അവിടെ നിന്നോ, അവിടെ സേഫ് അല്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ കൊച്ചച്ഛന്റെ മക്കൾ 2 പേരായിരുന്നു. ഇപ്പൊ എല്ലാവര്. അപ്പൊ അവർക്കാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഭയങ്കര സ്നേഹമാണ്. അവന്മാരാണെങ്കിൽ ഫോണൊക്കെ വിളിച്ചിട്ട് കരയുക, ചത്താലും നിങ്ങളുടെ കൂടെ ഞാൻ ചാവത്തുള്ളൂ, എനിക്ക് ഇവിടെ നിൽക്കണ്ട മരിക്കണ്ടെന്നൊക്കെ അവന്മാരൊക്കെ പറയുന്നു. നല്ല മഴയായിരുന്നു. അടുത്തടുത്തൊക്കെ കുറെ ഫ്ലഡ് ഒക്കെ വരുന്ന ഇതായിരുന്നു. അപ്പോ കൊച്ചച്ഛൻ അങ്ങനെ കൊച്ചുങ്ങൾക്ക് അറിഞ്ഞല്ലോ, ഇനി അവർമാർ മാത്രം അവിടെ നിൽക്കണ്ടെന്ന് വെച്ചിട്ട് കൊച്ചച്ഛനും എന്റെ വീട്ടിന്റെ അടുത്ത് കുറെ പേരും അച്ഛനും പിന്നെ കുറച്ച് ചേട്ടന്മാരൊക്കെ ആയിട്ട് തൂമ്പ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടി വന്ന് ഓരോരോ റോഡായിട്ട് മാറ്റി, ബ്ലോക്കൊക്കെ മാറ്റി അങ്ങനെ മിക്ക നോർമൽ ആയിട്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ആ സ്ഥലത്ത് എത്തിപ്പെടാം നമ്മുടെ വീട്ടിൽ നിന്ന്. 1.5-2 മണിക്കൂറൊക്കെ. പക്ഷെ അന്ന് രാവിലെ അവർ 6 മണിക്ക് എന്താ ഇറങ്ങിയിട്ട് വൈകുന്നേരം 6 മണിക്കാണ് നമ്മളെ ഹോസ്റ്റലിൽ വന്ന് കാണുന്നത്.
പക്ഷെ കണ്ടപ്പോഴത്തേക്ക് ഒരു സമാധാനം, നമ്മൾ വീട്ടിൽ പോവല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ കറങ്ങി പോകാനാണെങ്കിൽ ഒരുപാട് ഇടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മള് കറക്റ്റ് റൂട്ടിൽ ഒന്ന് ഇവിടെ നിൽക്കും, ഇവിടെ ബ്ലോക്ക് ആയിരിക്കും, പിന്നെ തിരിച്ച് കറങ്ങി അവിടെ വരെയൊക്കെ പോകണം. പിന്നെ കൊറേ ഇതൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന ഒന്ന് ജീവനോടെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു, അങ്ങനെയായിരുന്നു. 10th പിന്നെ വന്നു എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്ന് വെച്ചാൽ പിന്നെ നമ്മളാണെങ്കിൽ കൊറേ സ്ഥലമൊക്കെ കറങ്ങി 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് രാത്രി ഒരു 2:30 ആകുമ്പോ എങ്ങനെയോ വീട്ടിൽ മൂന്നാറിയിലെ പെട്ടിമുടിയിപ്പോ ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും എന്നുവെച്ചാ എന്റെ ഫാമിലിയാണ്, മറ്റെല്ലാവരും ഉണ്ട്. ഫുൾ ലൈറ്റൊക്കെ ഇട്ട് തീയൊക്കെ പുറത്ത് കത്തിച്ച് നമുക്ക് 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ, 5 or 4 അത്രയും കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 പേർക്ക് വേണ്ടി ആ 4 ലൈനത്തിലെ എല്ലാ ആൾക്കാരും പുറത്തിറങ്ങി നിന്ന് നമ്മൾ വരുന്നവരെ ഭയങ്കര ജോയിന്റ് ഫാമിലി സിസ്റ്റം പോലെ അല്ലേ? ഗോപികയുടെ പ്രായത്തിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഈ പെട്ടിമുടി ദുരന്തത്തിന് മുമ്പ്, അവരെല്ലാം പോയി അല്ലേ? ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ ഗോപികയ്ക്ക് അവിടെ ചെന്നാൽ? ഈ പുതിയതായിട്ടുള്ള ഈ താമസിക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടോ? അപർണ അപർണ മാത്രം ഉണ്ടല്ലേ? മറ്റുള്ള കൂട്ടുകാരിൽ ആരൊക്കെയായിരുന്നു ഇപ്പൊ പേര് പറഞ്ഞാൽ? എന്റെ മിക്കവാറും റിലേറ്റീവ്സ് ആണ്. സിന്ധുജ, ശിവരഞ്ജനി, കൗസിക, മൗനിക, വിനോദനി, രാജ്, നദി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പിള്ളേരാ പേരുണ്ടായിരുന്നല്ലേ? ഓക്കെ അവരെയൊക്കെ നമുക്ക് ഓർമ്മിക്കാം ഈ അവസരത്തിൽ. നമുക്ക് ഇനി 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകാം. 40,000. മോർണിംഗ്. ഒരു രോഗവ്യാപനത്തിന്റെ ആദ്യത്തെ കണ്ണി ഏതക്കത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി 13, ഓപ്ഷൻ ഇ 7. 0 സി. സി ആണോ? 0 ആണോ? 0 ആണോ 1 ആണോ? 0 ആണോ? പൂജിതയാവൂ? ഉത്തരം 0. പൂജിതയായി. ഉത്തരം ശരിയാണ്. 40,000 രൂപ. ഇനി നമ്മൾ 1,00,000 പോവാണ്. ആ പാലക്കാട് ഇരുന്ന് പറഞ്ഞ കൂട്ടുകാരില്ലേ 1 കോടി അടിച്ചോണ്ട് വരണമെന്ന്? ഏത് കൂട്ടുകാരിയാ പറഞ്ഞത്? പറഞ്ഞിട്ടുണ്ട്, കുറെ പേര് പറഞ്ഞല്ലേ? ഓക്കെ, എന്തെങ്കിലും വാങ്ങിച്ചോണ്ടില്ലെന്ന് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല, വാങ്ങിക്കാതെ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. ഈ വഴിക്ക് കയറണ്ടെന്ന് പറഞ്ഞല്ലേ? ഓക്കെ, നല്ല കാര്യം. നിങ്ങൾ അവിടെ തയ്യാറായിരുന്നുള്ളൂ. ഇപ്പൊ ഇത് വാങ്ങിക്കാൻ കടയിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ലെവലൊന്ന് മുങ്ങിയാലോ? നമ്മള് +2 MBBS പോയ ആളല്ലേ? ഓക്കെ കുട്ടേട്ടാ, ഒന്ന് പൊങ്ങി തരൂ. മോണിറ്റർ. ഇനി പറയുന്നവരിൽ ഏത് വ്യക്തി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമാണ് 2019 പുറത്തിറങ്ങിയ ദ സൗണ്ട് സ്റ്റോറി? ഓപ്ഷൻ എ ഷാജി കൈലാസ്, ഓപ്ഷൻ ബി അജു വർഗീസ്, ഓപ്ഷൻ സി അഞ്ജലി മേനോൻ, ഓപ്ഷൻ ഡി റസുൽ പൂക്കുട്ടി, ഓപ്ഷൻ ഇ അരുന്ധതി റോയ്. റസുൽ പൂക്കുട്ടി. ഓക്കെ, ഓപ്ഷൻ ഡി റസുൽ പൂക്കുട്ടി. ഉത്തരം ശരിയാണ്. റസുൽ പൂക്കുട്ടിയാണ്. 1,00,000 രൂപ. വളരെ ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്നും വന്ന് ഓസ്കറിന്റെ വേദിയിൽ തിളങ്ങിയ കിട്ടിയ ആളാണ് റസുൽ പൂക്കുട്ടി. തൃശ്ശൂർ പൂരത്തെ ബേസ് ചെയ്തിട്ടാണ് അത് സൗണ്ട് സ്റ്റോറി വന്നത്. എല്ലാത്തിനും ചേച്ചിയാണോ സപ്പോർട്ട്? ഇപ്പൊ ചേച്ചിയാണോ ഇപ്പൊ അമ്മ? അതാണ് ചേച്ചി ഹേമലത അല്ലേ? ഹേമലത. അവളാണെങ്കിൽ ഹേമലത ചേച്ചി ഇപ്പൊ BSc ബോട്ടണി 3rd year. അപ്പോ ആദ്യം നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് കരച്ചിലൊന്നു. ഞാനും ചേച്ചിങ്ങനെ കരഞ്ഞോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അവർ കണ്ണീരൊക്കെ ഇങ്ങനെ മാറ്റിട്ടിട്ട്, നീ എന്തിനാ കരയണേ, ഞാനുണ്ടല്ലോ, ഞാൻ എന്ത് ജോലിക്ക് പോയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചിരിക്കും. അങ്ങനെ അവൾ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നൊന്നും അറിയത്തില്ല. ഞാനുണ്ടല്ലോ, നീ എന്തിനാ പേടിക്കുന്നേ, ഞാൻ എന്തൊരു ജോലിക്ക് പോയാലും നീ ഞാൻ പഠിപ്പിച്ചിരിക്കും, നിനക്കുണ്ട കാര്യം എല്ലാം നോക്കാൻ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു അന്നത്തെ ഒരു വാക്കായിരുന്നു ഇത്രയും ജേണിക്ക് നടത്തിയത്. ചേച്ചിയുടെ കാര്യം ചേച്ചി ആലോചിക്കുന്നില്ല അല്ലേ? ചേച്ചിക്ക് വേണേ ന്യായമായി ചോദ്യം ചെയ്യില്ല, ചേച്ചി ആര് പഠിപ്പിക്കും അല്ലേ? അങ്ങനെ വേണേ ആലോചിക്കാലോ. പക്ഷെ അനിയത്തിയുടെ കാര്യമാണ് അല്ലേ? ചേച്ചിക്കാണെങ്കിൽ ഇപ്പൊ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ അല്ലെ? വേറെ എന്തെങ്കിലും പഠിക്കുന്ന അല്ലാതെ? ഇല്ല. എവിടെ പഠിക്കുന്ന? യൂണിവേഴ്സിറ്റി കോളേജ്. ട്രിവാൻഡ്രം. പാളയം ഹോസ്റ്റലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? ചേച്ചിക്ക് യഥാർത്ഥത്തില് പഠിപ്പിക്കണം എന്ന് ആഗ്രഹം വന്ന് ഇപ്പൊ എന്തായാലും പഠിപ്പിക്കാൻ സർക്കാരുണ്ട് അല്ലെ? മറ്റ് പല ബെർലിൻ പോലെ ഒരുപാട് സഹായസ്ഥമായിട്ട് ആൾക്കാരും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും ആവശ്യം വന്നാൽ ചേച്ചിയുടെ തീരുമാനം എന്തോ ജോലിക്ക് ഇറങ്ങാന്നുള്ളതാണോ? ചേച്ചിക്ക് വെച്ചാൽ എന്നെ ആദ്യം ഒന്ന് സെറ്റിൽ ആക്കിയിട്ട്
അവളുടെ ജീവിതം നോക്കണല്ലോ. ആ. അപ്പൊ എന്തായാലും പഠിക്കും എന്ന് വെച്ചാൽ അച്ഛൻ നമുക്ക് കൊച്ചുനാൾ തൊട്ട് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് പഠിക്കണം 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 എന്നാ. എന്താ ചേച്ചി വെച്ചാൽ പഠിപ്പിച്ചിട്ടാണോ? നന്നായി പഠിക്കൂ. പഠിക്കും. നല്ല കാര്യം. അപ്പൊ നമുക്കിനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 60,000 മോർണിംഗ്. ഒരു ചില്ല് കാണിച്ചു തരാം. LED നോക്കിക്കോളൂ. ഇടുക്കി അണക്കെട്ടിന് സ്ഥാനം കാണിച്ചു കൊടുത്ത ഏത് വ്യക്തിയുടെ പ്രതിമയാണിത്? ഓപ്ഷൻ എ കരിന്തണ്ടൻ, ഓപ്ഷൻ ബി കല്ലേൻ പോക്കുടൻ, ഓപ്ഷൻ സി കുരിയച്ചൻ, ഓപ്ഷൻ ഡി ചെല്ലപ്പങ്കാണി, ഓപ്ഷൻ ഇ കൊലുമ്പൻ. കുട്ടേട്ടന്റെ സഹായം വേണോ? അതോ ഇവിടെ വേണോ? കുട്ടേട്ടൻ ചോദിക്കാം. കുട്ടേട്ടാ. ഗോപിക, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരം. സി കുര്യച്ചൻ, ഇ കൊലുമ്പൻ. ഓപ്ഷൻ ഇ ആരാണ്? കൊലുമ്പൻ. കൂട്ടോ ഞാൻ കൂട്ടി. ഓപ്ഷൻ ഇ കൊലുമ്പൻ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറഞ്ഞ ആട്ടിന്റെ ഇടി കൂടു. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഇ കൊലുമ്പനാണ്. യഥാർത്ഥത്തില് പാലക്കാട് പോയതിനു ശേഷം അവധി വന്നോ? ഹോസ്റ്റലിൽ അവധി വന്നോ? ഇല്ല. അവധി വന്നിട്ടില്ല അല്ലേ? അവധി വന്നാൽ അവിടെ തന്നെ ഇരിക്കുവോ? എന്ത് ചെയ്യും? സാറ്റർഡേ അതോ ചേച്ചി എടുത്തോണ്ട് പോവോ? ഇപ്പൊ ഇതുവരെ അവധി വന്നിട്ടില്ല. അവധിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? അവധി എടുത്ത് പോകുന്നതിനെ കുറിച്ച്? അവധി എടുക്കുന്നില്ല, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തല്ലോ. പഠിക്കണ്ടേ നമുക്ക്? അതൊന്നും ഇപ്പൊ ആലോചിക്കുന്നില്ല. നല്ല കാര്യം. ഒരുപാട് ആലോചിച്ച് നമ്മള് പട്ടാളായിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം 70,000 രൂപയുടെ ചോദ്യം. 70,000 മോർണിംഗ്. സർക്കാർ ജീവനക്കാർക്കായി കേരളം നടപ്പിലാക്കിയ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആരോഗ്യ കേരളം, ഓപ്ഷൻ ബി ആരോഗ്യ താരകം, ഓപ്ഷൻ സി മെഡിക്കെയ്ഡ്, ഓപ്ഷൻ ഡി മെഡിസപ്പ്, ഓപ്ഷൻ ഇ കരുണ. എംപ്ലോയീസിനായിട്ട് നടപ്പിലാക്കിയ, ഗവൺമെന്റ് എംപ്ലോയീസിനായിട്ട് നടപ്പിലാക്കിയ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പ്രോജക്ട്. ഡി മെഡിസപ്പ്. കൂട്ടാമോ? Is she correct? I hope so. Yeah. കോയമ്പത്തൂരാണെങ്കിൽ ഈ ഹോപ്പ് സോ. ഓക്കെ, ഓപ്ഷൻ ഡി മെഡിസപ്പ്. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഉത്തരം ശരിയാണ്. 70,000 രൂപ കൂട്ടുകാരികളെ പെട്ട് ടെൻറ്റ് അടിക്കുകയാണ്. കൂട്ടുകാരികളെ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞ കൂട്ടുകാരികൾ അല്ലേ, അവർക്ക് ഒരു കവർ നാരങ്ങ മുട്ടായി വാങ്ങിച്ചുകൊണ്ട്. ഇപ്പൊ നാരങ്ങ മുട്ടായി മാർക്കറ്റ് വലിയ ഇതാ കേട്ടോ. അപ്പം വായിൽ ഒരുപാട് സലൈവ വരുമ്പോഴൊക്കെ ആൾക്കാർ നാരങ്ങ മുട്ടായി പറക്കത്തില്ല. അപ്പോൾ MBBSകാർക്ക് പറ്റിയതാ. ഓക്കെ, റെഡി. അപ്പൊ കുട്ടേട്ട എന്തോ പറയാൻ വന്നു? ഗോപിക, ഞങ്ങൾ 80,000 രൂപ ചോദ്യം ചോദിക്കാൻ തുടങ്ങായിരുന്നു. കുട്ടേട്ട പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ബോസ്? ഗോപിക സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഓടി വീഴുകയുണ്ടായി. പക്ഷെ എന്നിട്ടും ഒരാളുടെ പ്രോത്സാഹനം കാരണം താങ്കൾ ആ മത്സരത്തിൽ വിജയിച്ചു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. എന്തായിരുന്നു അത്? ആരാണാവോ അത്? ആ ആള് അച്ഛനാണോ? അതെ. നമ്മൾ 4th പഠിക്കുന്ന സമയത്ത് സ്കൂൾ സ്പോർട്സ് ഡേ ആയിരുന്നു. അപ്പൊ അച്ഛനാണെങ്കിൽ എങ്ങനെ വന്നൊന്നും അറിയത്തില്ല. അന്ന് അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരെല്ലാവരും ആ ഗ്രൗണ്ടിലുണ്ട്. അപ്പൊ ടീച്ചറൊക്കെ പറയാന്ന്, വേറെ ആർക്കും കിട്ടാത്ത ചാൻസ് ആണ് ഇവിടെ നിനക്ക് കിട്ടിയിരിക്കുന്നത്, നിന്റെ പാരന്റ് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അവർ കാണുന്നുണ്ട്. ഓടിക്കോ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഇവിടെയൊക്കെ നോക്കി വീണ് പോയി. പിന്നല്ലാണെങ്കിൽ അച്ഛനെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ്. ഓടി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ സംസാരിച്ചങ്ങനെ ഒരുപാട് എൻകറേജ് ചെയ്ത് പിന്നെ ഞാൻ ഫസ്റ്റ് അച്ഛൻ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഓടിവാന്ന് പറഞ്ഞു. അച്ഛൻ ഓടിവാന്ന് പറഞ്ഞു. അച്ഛൻ മോളാണോ താങ്കള്? അത് അമ്മ മോളായിരുന്നു. ഈ അമ്മ എവിടെയായിരുന്നു? അംഗനവാടിയിൽ എവിടെയായിരുന്നു ജോലി ചെയ്യുന്നത്? ഇടമലക്കുടി. അത് നടന്നല്ലേ പോകാൻ പറ്റൂ? ഇടമലക്കുടി എത്ര കിലോമീറ്റർ നടക്കണം? അമ്മ മുളകുതര എന്ന് പറഞ്ഞ സ്ഥലത്തിലായിരുന്നു. അങ്ങ് അറ്റമാണ്. അപ്പോ ഒരു 8 മണിക്കൂറൊക്കെ നടന്നു പോകണം. കാട്ടിനകത്തൂടെ പോകണം അല്ലേ? കാട്ടിനുള്ളിലൂടെ കാട്ടുമൃഗങ്ങളെയൊക്കെ അവഗണിച്ച് പോകണം. എപ്പോഴെങ്കിലും ഈ കാട്ടു ജന്തുക്കളെ കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എന്ന് വെച്ചാ നമ്മള് ഒരു ദിവസം അങ്ങനെ ഫാമിലി ട്രിപ്പ് പോലെ ഇറങ്ങിയതാ. വീട്ടിലെ 4 പേരും കൂടി ഇറങ്ങിയപ്പോ രാവിലെ ഒരു 6 മണിക്കൊക്കെ ഇറങ്ങിയതാ. അപ്പോ ഒരുപാട് ലഗേജ് ഒന്നും അമ്മ പറഞ്ഞു, ഒന്നും നടക്കാൻ തന്നെ പറ്റത്തില്ല നിങ്ങൾക്ക്, പിന്നെ ഒന്നും പൊക്കണ്ട, വെറുതെ നടന്നാ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മള് കുറച്ച് അത്യാവശ്യം മാഗി അങ്ങനെ കുറച്ച് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മള് നമ്മുടെ ജേർണി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ മലയിലൊക്കെ ഇങ്ങനെ കയറി അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു 6 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു 3-3:30 ആയപ്പോ നമ്മള് അമ്മയുടെ സ്പോട്ടിലെത്തി. അമ്മയുടെ ജോലി സ്ഥലം കാണാൻ പോയതാ അല്ലേ? മല കയറി. 2 മല കയറണോ അതോ അതിൽ കൂടുതൽ മലയുണ്ടോ?
അതല്ല ഒരു മലയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ സ്റ്റാർട്ടിങ് വന്ന കാട്ടിന്റെ അകത്തുകൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാൻ കാണാൻ പറ്റിയോ? അപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെ സ്പീഡിൽ നടന്ന് കുറച്ച് ഫ്രണ്ടിലേ പോയി. അപ്പൊ അച്ഛനും ചേച്ചിയും എല്ലാരും പുറകെ നടക്കുന്ന. അപ്പൊ ഞാനാണെങ്കിൽ വായിച്ച് ചുമ്മാ ഇരിക്കാതെ ഭയങ്കര സൗണ്ട് ഒക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ സൗണ്ട് ഇട്ടിട്ട് ഞാൻ അങ്ങനെ പോകുന്നു. അപ്പൊ ചേച്ചി എനിക്ക് പേടിച്ച് സ്ട്രക്കായിട്ട് അവിടെ ഒരു നിമിഷം നിന്നിട്ട് അപ്പൊ അച്ഛനെ വിളിച്ച് എന്തോ സൗണ്ട് കേൾക്കുന്നതൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. ഞാൻ അങ്ങനെ ശബ്ദം ഉണ്ടാക്കി ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അച്ഛനാണെങ്കിൽ ഒരു മിനിറ്റ് നിൽക്കുക നമുക്ക് നോക്കിയിട്ട് വരാന്ന് വെച്ചിട്ട് അച്ഛനെ എല്ലാവരും ഇവിടെ നിർത്തിയിട്ട് അച്ഛൻ എവിടെ നോക്കും, സൗണ്ടും കാണത്തില്ല. പിന്നെ ഒന്നും കൂടി നടക്കാൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഞാൻ എന്റെ ഇത് അങ്ങനെ നടന്നു ഫ്രണ്ടിൽ പോകുന്നു, ഓടുന്നു, ചാടുന്നു. കാടല്ലേ, നമുക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അങ്ങനെ പോകുന്നു. അപ്പോഴാണെങ്കിൽ ചേച്ചി ആണെങ്കിൽ ഭയങ്കര പേടിച്ചിട്ട് എന്തോ മൃഗം വരുന്നുണ്ട്, നമുക്ക് നിർത്താം, തിരിച്ചു പോവാന്നൊക്കെ എന്തൊക്കെയോ ചേച്ചി പറയുന്നു. അച്ഛനാണെങ്കിൽ അതൊന്നുമില്ല, നമുക്ക് നോക്കാന്ന് വെച്ചാൽ അച്ഛനാണെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കുന്നു. ഇതെനിക്കറിയത്തില്ല, ഞാൻ ഉണ്ടാക്കുന്ന ശബ്ദത്തിനാണ് ചേച്ചി പേടിക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഈ സൗണ്ട് ഒക്കെ വെച്ചിട്ട് അങ്ങനെ പോകുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആനയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചു നേരം ഒരു മരത്തിന്റെ മൂട്ടിലിരുന്നിട്ട് അത് ലൈവായിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ അത് മാറിയതിനു ശേഷം നമ്മൾ അത് അപ്പൊ അവൻ വരുമ്പോ നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അല്ല, അവൻ ഗന്ധം പിടിച്ചല്ലേ വരുന്നത്. നമ്മൾ മിന്നാതിരുന്നു അവിടെ കുറച്ച് സമയം. പിന്നെ അത് അതിന്റെ നിങ്ങൾക്കൊന്നും പേടിയില്ലല്ലേ? അമ്മയ്ക്കും അച്ഛനൊന്നും പേടിയില്ലെന്ന് വെച്ചാൽ അവര് അതൊന്നും പ്രശ്നമല്ല. ആദിവാസി ഊരിലായിരുന്നു അമ്മ, ഇപ്പൊ അംഗൻവാടി അല്ലേ? അപ്പൊ അമ്മയുടെ സെന്ററിലാണ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കിടന്ന് നോക്കുമ്പോ മറ്റേ റൂഫിലൊക്കെ പാമ്പ് അങ്ങനെ പോകുന്നതൊക്കെ കാണാൻ. അല്ല, വീടിന്റെ വീടിന്റെ മേളിൽ കൂടി പാമ്പ് ഊരുകളിൽ താമസിക്കുമ്പോഴും അതൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്കൊരു പ്രശ്നമല്ല, അമ്മയ്ക്കിപ്പോ ശീലമായി കാണും. ഓക്കെ അതായിരിക്കാം. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്, നമ്മുടെ 80,000 രൂപയുടെ ചോദ്യം, 80,000. മോണി, ഇനി പറയുന്നവയിൽ ഏത് സംഘടനയിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളമാണ് ഇന്ത്യയിൽ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ എ ഐക്യരാഷ്ട്രസഭ, ഓപ്ഷൻ ബി ഗ്രീൻ പീസ്, ഓപ്ഷൻ സി ആപ്പിൾ, ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ്, ഓപ്ഷൻ ഇ ഗൂഗിൾ. അതായത് അവർക്ക് സാലറി ഇൻകം ടാക്സ് കൊടുക്കണ്ട, അതാണ് ഇതിന്റെ പ്രത്യേകത. വിജയിച്ചാൽ 80,000 രൂപ, തെറ്റിയാൽ 7,000 രൂപ. കൂട്ടുകാരികളുടെ ചീത്തവിളി, ബോണസ്. 2 പിടിവള്ളി ഇനി ബാക്കി കിടപ്പുണ്ട്. ഒന്ന് കുട്ടേട്ടന്റെയും ഒന്ന് അദ്ദേഹത്തിന്റെയും പിടിവള്ളി. കോയമ്പത്തൂരിൽ നിന്ന് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജനറൽ നോളജ് ഇതുവരെ നമ്മൾ പരിശോധിച്ചില്ല. ചേട്ടനെ ചോദിക്കാം. ചേട്ടാ, സംഭവം മനസ്സിലായ ചേട്ടാ? അതായത് ഇന്ത്യയില് എല്ലാവർക്കും ഇൻകം ടാക്സ് കൊടുക്കണം. ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, TDS ഒക്കെ അറിയാമല്ലോ. അതുപോലെ ഇവിടെ കുറെ ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയീസിന് ഇൻകം ടാക്സ് ഇല്ല. അത് ആർക്കാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. There is a possibility എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓപ്ഷൻ എ ഐക്യരാഷ്ട്രസഭയാണ്, UN ആണ്. അത് കൂട്ടാമോ? ചേട്ടന് വിശ്വാസമാണോ? ഓക്കെ ആണോ? ഓപ്ഷൻ എ ഐക്യരാഷ്ട്രസഭ. താങ്കൾ പറഞ്ഞ ഉത്തരം, ചേട്ടന്റെ പിൻബലത്തോടെ താങ്കൾ പറഞ്ഞ ഉത്തരം ചേട്ടനായതുകൊണ്ട് ശരിയാവുന്നാണോ? ചേട്ടാ, ഇത് കറക്റ്റ് ആയിരിക്കുമോ? ഓക്കെ, റെഡി. ഓപ്ഷൻ തെറ്റിയാൽ എത്ര രൂപ കിട്ടുന്നത്? 7,000 രൂപ, 7,000. ഡീസൽ അടിക്കാനുള്ള പൈസ. ഓപ്ഷൻ എ ഐക്യരാഷ്ട്രസഭ, UN. താങ്കൾ പറഞ്ഞ ഉത്തരം. ഷോക്കിന് തയ്യാറായിക്കോളൂ. പ്രിപ്പയർ ഫോർ എ ഷോക്ക്. ശരിയാണ്. താങ്ക് യു. 80,000 rupees. ഇനി നമ്മൾ 1 lakhലേക്കാ പോകുന്നത്. 1 lakh. We will go to next level. കുട്ടേട്ടാ, level 3. കൂട്ടുകാരികൾക്ക് ഓരോ പാക്കറ്റ് നാരങ്ങ മിഠായി കേട്ടോ. ഓക്കെ, മോണിറ്റർ. ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ ഡോക്യുമെന്ററിലെ വിവരണത്തിന്
2022 എമ്മി പുരസ്കാരം ലഭിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ ഡൊണാൾഡ് ട്രംപ്, ഓപ്ഷൻ ബി ബറാക് ഒബാമ, ഓപ്ഷൻ സി ജിമ്മി കാർട്ടർ, ഓപ്ഷൻ ഡി ജോർജ് ഡബ്ല്യു ബുഷ്, ഓപ്ഷൻ ഇ ബിൽ ക്ലിന്റൺ. ഈ സൗണ്ട് വളരെ ഫേമസ് ആണ്. ഏത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും? ഈ ഫോർമർ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഈ ഡോക്യുമെന്ററിക്ക് ശബ്ദം കൊടുത്തത്. മാത്രം എമ്മി അവാർഡ്, ലോകത്തിലെ പ്രശസ്തമായ എമ്മി പുരസ്കാരം ലഭിച്ച 2022 ബി. ബി ബി. ആരായിരിക്കും? ഒബാമ. ഒബാമ, ബരാക് ഒബാമ. ഓപ്ഷൻ ബി ബരാക് ഒബാമ. ഞാൻ പോട്ടോ, പൊട്ടിക്കോ. ശരിയാവോ? ശരിയാവണം. ശരിയാവണം. ഓപ്ഷൻ ഡി ബരാക് ഒബാമയുടെ ശബ്ദമാണ് കേട്ടതെന്ന് കുട്ടി വിശ്വസിക്കുന്നു. വിജയിച്ചാൽ 1 ലക്ഷം, തെറ്റിയാൽ 80,000 രൂപ. 8,000 രൂപ. അയ്യോ, ഈ തെറ്റിപ്പോയി 8,000 രൂപ കിട്ടും. ഓക്കെ, അപ്പൊ പിന്മാറിയിരുന്നെങ്കിൽ 40,000 രൂപ കിട്ടുമായിരുന്നു. ഇപ്പൊ പാലക്കാട്ടെ വിദ്യാർത്ഥികളൊക്കെ ഇപ്പൊ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇവിടെ നാരങ്ങാമിഠായും പോയി, പുട്ടടിക്കാനുള്ള പൈസയും പോയി, എല്ലാം പോയി. ഓക്കെ, ഓപ്ഷൻ ബി ബരാക് ഒബാമ. കുട്ടികളെ, നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കും. ഉത്തരം ശരിയാണ്. ഒബാമയുടെ ശബ്ദമാണ് ഈ കേട്ടത്. എമ്മി പുരസ്കാരം വളരെ ലോക പ്രശസ്തമാണ്. എമ്മി യഥാർത്ഥത്തില് ടെലിവിഷനിൽ നൽകുന്ന എമ്മി പുരസ്കാരമുണ്ട്. അതിന്റെ ഒരു വിധികർത്താവായിട്ട് ഞാനൊരിക്കൽ പോയിട്ടുണ്ട് ഹോങ്കോങ്ങിൽ. യുവതി കിട്ടിയ ഒരു ഭാഗ്യമാണ് കേട്ടോ. അവിടെ പോയി അത് കണ്ട് ജഡ്ജിയൊക്കെ ചെയ്ത് നമുക്കറിയാവുന്നതിലൊക്കെ ജഡ്ജിയിട്ട് നമ്മൾ മടങ്ങി പോകുന്നു. പക്ഷേ ഇത് അമേരിക്കയിലൊക്കെ കൂടുതൽ നടക്കുന്നത് ഈ എമ്മി പുരസ്കാരം. അപ്പൊ കുട്ടിയേട്ടാ പറയൂ. ഗോപികയ്ക്ക് 1 ലക്ഷം രൂപ കിട്ടിയ സന്തോഷത്തിൽ ഗോപികയുടെ അമ്മയുടെ പേര് തങ്കം എന്നാണെന്നും അമ്മയ്ക്ക് കമലഹാസനെ വലിയ ഇഷ്ടമാണെന്നും കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. അമ്മയുടെ ഓർമ്മയ്ക്കായി അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കുട്ടിയേട്ടൻ പാടാം. താങ്ക് യു. അമ്മ പറഞ്ഞിട്ടുണ്ടോ കമലഹാസന് ഇഷ്ടമാണെന്ന്? നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അമ്മ എനിക്ക് കമലഹാസൻ ഇഷ്ടമാണ് അതാന്നൊക്കെ പറയും. കമലഹാസൻ അറിഞ്ഞിട്ടുണ്ടോ ഇത്? അറിഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ അദ്ദേഹത്തോട് പറയും കേട്ടോ. ഈ അടുത്തിടെ അദ്ദേഹം കേരളത്തിൽ വരുന്നുണ്ട്. അതായത് MG സോമനുമായിട്ട് അദ്ദേഹം നല്ല ബന്ധമായിരുന്നു. സോമേട്ടന്റെ ചരമവാർഷികം 25 കൊല്ലം തികയാന്ന് എന്റെ ഓർമ്മ. അപ്പോ അദ്ദേഹത്തോട് ഭയങ്കര സൗഹൃദമായിരുന്നു. അപ്പോ ഒരു കണ്ടീഷനും ഇല്ലാതെ കമൽഹാസൻ തിരുവല്ലയിൽ വരും. ഇവിടെയും വന്നിട്ടുണ്ട്, ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് അദ്ദേഹത്തെ ചിലപ്പോ അന്ന് ഞാൻ കണ്ടെന്ന് വരും. കാണുകയാണെ ഞാൻ ഈ കാര്യം പറയാം കേട്ടാ. കമലഹാസന്റെ സിനിമയൊക്കെ കാണുമായിരുന്നു അമ്മ? എവിടെയാ, മൂന്നാർ തിയേറ്ററിൽ പോയി കാണുമോ? മൂന്നാറിൽ തിയേറ്റർ ഒന്നുമില്ല. അമ്മ കൊച്ചിനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ ആയിട്ട് പിന്നെ വീട്ടിലാണ് കാണുക. അപ്പൊ കുട്ടിയേട്ടന്റെ പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്, കമലഹാസന്റെ പാട്ട്. പഠിക്കോ? പാടിക്കോളൂ, അമ്മയ്ക്ക് വേണ്ടി പാടിക്കോളൂ. കൺമണി അൻപോട് കാതലൻ நான் எழுதும் கடிதமே பொன்மணி பொன் வீட்டில் சௌக்கியமா நான் இங்க சௌக்கியமே உன்னை என்னை பார்க்கையில் கவிதை சொட்டது அதை எழுதி நினைக்கையில் வார்த்தை முட்டது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. താങ്ക് യു ഗോപിക. അമ്മയ്ക്ക് തീർച്ചയായും ഈ പാട്ട് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കുട്ടിയേട്ടൻ വിശ്വസിക്കുന്നു. അതെ അതെ. അമ്മ പാടുമായിരുന്നോ? അമ്മ വീട്ടിലങ്ങനെ അമ്മക്ക് പാട്ട് കേൾക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അമ്മയെന്ന് വെച്ചാ അമ്മ തമിഴ് പാട്ടാണോ കൂടുതൽ കേൾക്കുന്നത്, മലയാള പാട്ടാണോ? തമിഴാ. നിങ്ങളവിടെ പൊതുവെ തമിഴാ സംസാരിക്കുന്നത്? ഇടുക്കിയിൽ മാക്സിമം, ഇടുക്കിയിൽ എനിക്ക് അറിഞ്ഞിട്ട് ഒരു 100ഓളം അടുത്തുള്ള സ്കൂള് തമിഴ് മീഡിയത്തിൽ ഉണ്ട്. അമ്മയാണെങ്കിൽ വീട്ടിലാണെങ്കിൽ ഏത് ജോലി ചെയ്തിരുന്നാലും പാട്ട് കേട്ടിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ ഈ ആദ്യം നമ്മുടെ വീട്ടിൽ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, ജീപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പഴയ സ്പീക്കറൊക്കെ കിട്ടും. അതൊക്കെ ആണെങ്കിൽ അമ്മ എടുത്ത് ശരിയാക്കി വീട്ടിൽ ആ ഓരോരോ കോർണറിലെല്ലാം വെച്ചിട്ട് അമ്മ പാട്ട് നല്ല വെച്ചിട്ട് ജോലി ചെയ്യുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളാണെങ്കിൽ നമ്മളെല്ലാം സ്വിച്ച് ഓഫ് ആക്കിയിടും. അപ്പൊ പിന്നെ അമ്മ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുള്ളൂ, നിങ്ങൾ ഫോണ് അത് ഇതെന്നൊക്കെ കാണുന്നു, ഞാൻ ഇത് പാട്ട് മാത്രമേ കേൾക്കുന്നു, ഇത് നിങ്ങൾ എന്നെ സമ്മതിക്കത്തില്ലെന്നൊക്കെ ചോദിക്കും. അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല ഓർമ്മകൾ അമ്മയെ കുറിച്ചല്ലേ? ഓക്കെ, ഇനിയിപ്പോ നമുക്ക് 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 2 lakh. മോണിറ്റർ പ്ലീസ്. ഇനി പറയുന്നവരിൽ ഏത് വ്യക്തി അഭിനയിച്ച ഏക ഹോളിവുഡ് ചിത്രമാണ് 1988 പുറത്തിറങ്ങിയ ബ്ലഡ് സ്റ്റോൺ? ഓപ്ഷൻ എ സൽമാൻ ഖാൻ, ഓപ്ഷൻ ബി ഇർഫാൻ ഖാൻ, ഓപ്ഷൻ സി ഓംപുരി, ഓപ്ഷൻ ഡി അനുപം ഖേർ, ഓപ്ഷൻ ഇ രജനികാന്ത്. ഇനി ഒരു പിടിവള്ളി ബാക്കിയുണ്ട്.
കുട്ടേട്ടാ കുട്ടേട്ടാ Yes, ഗോപിക ആ ഹെൽപ്പ് ചെയ്യോ? തീർച്ചയായും ഹെൽപ്പ് ചെയ്യാം. ഗോപികയുടെ അവസാനത്തെ പിടിവിള്ളി 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. എ സൽമാൻ ഖാൻ, സി ഓംപുരി, ഇ രജനീകാന്ത്. അപ്പൊ ഇനി 3 ഉത്തരങ്ങളിൽ ഒരെണ്ണം സെലക്ട് ചെയ്യണം. സൽമാൻ ഖാൻ, ഓംപുരി, രജനീകാന്ത്. ഫേവറേറ്റ് ആയ കുറച്ച് കണ്ട് പരിചയമുള്ള ആളിനെ തന്നെ പറയാന്ന് വിചാരിക്കുന്നു. ആ രജനീകാന്ത് സാറിനെ പറയാം. പറയാം, എന്തായാലും അതിന് പറയാം അല്ലേ? പൂട്ടട്ടെ ഞാൻ. കുട്ടിക്ക് ഓപ്ഷൻ ഇ രജനീകാന്ത്. രജനീകാന്ത് സംരക്ഷിക്കുമെന്ന് അറിയാമല്ലോ. ഓപ്ഷൻ ഇ രജനീകാന്ത്. പടയപ്പ. പടയപ്പ. ഒരു തെറ്റ് സൊന്നാൽ അത് 100 തെറ്റായി മാറും. പൈസ ഇല്ല. ഒരു തടവ சொன்னா 100 തടവ சொன்ன மாதிரி. അപ്പൊ 2 ലക്ഷം രൂപ കിട്ടി. 2 lakh. അതപ്പോ നന്നായി അല്ലേ? അപ്പം രജനീകാന്തിനെ ഒന്ന് മനസ്സിൽ ഇത് വിചാരിച്ചു. ഓക്കെ, താങ്ക് യു. ഇപ്പൊ അത്യാവശ്യം പൈസയൊക്കെ ആവശ്യമുണ്ടോ? പൈസ ജീവിക്കാൻ ഇപ്പൊ പൈസയുടെ ആവശ്യമുണ്ട്. എന്നുവെച്ചാ പൈസ ഇല്ലാതെ പഠനത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ? അതെല്ലാം സർക്കാരിൽ ഇത് കിട്ടും. ഫീസ് അളവും എല്ലാം ഉണ്ട്. ഭക്ഷണത്തിനും പ്രശ്നമില്ല. ഒരു വീടാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ? ശരിക്കും നല്ലൊരു സ്ഥലത്ത് 2 പെൺകുട്ടികൾക്ക് ഒരു അടച്ചുറപ്പുള്ള വീട് വേണം അല്ലെ? അതല്ലേ അത് ഗവൺമെന്റ് വീട് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? തന്നിരുന്നു. ആ, പക്ഷെ നമ്മളിപ്പോ ഞാനും ചേച്ചിയും മാത്രം ആയതുകൊണ്ട് അവിടെ പോയി താമസിക്കാൻ പാടായിരിക്കും അല്ലേ? പാടായിരിക്കും. ഓക്കെ, എനിക്കൊന്ന് കുറച്ചുകൂടെ സുരക്ഷയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് താമസിക്കാം. അതാണ് നിങ്ങളുടെ പ്രശ്നം. ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വരും. ഒരു പ്രഡിക്ഷനാ. കറക്റ്റ് ആയാലും ഒന്ന് ഫോൺ ചെയ്തു കേട്ടോ. ഓക്കെ, നമ്മളിനി 3 ലക്ഷം രൂപയുടെ ചോദ്യം. 3 lakhs മോണിറ്റർ. ഏഷ്യയിൽ നടന്ന ആദ്യ ഫുട്ബോൾ ലോകകപ്പ് ഏത് രാജ്യവുമായി ചേർന്നാണ് ജപ്പാൻ സംഘടിപ്പിച്ചത്? ഓപ്ഷൻ എ ദക്ഷിണ കൊറിയ, ഓപ്ഷൻ ബി ഉത്തര കൊറിയ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി തായ്ലാൻഡ്, ഓപ്ഷൻ ഇ വിയറ്റ്നാം. 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വിജയിച്ചാൽ 3 ലക്ഷം, തെറ്റിയാൽ 20,000 രൂപ, പിന്മാറിയാൽ നാരങ്ങമിഠായി, അതോടൊപ്പം 1 ലക്ഷം രൂപയും. നാരങ്ങമിഠായി എന്റെ വകയാ കേട്ടോ. ഓക്കെ, ഒരു പിടിവെള്ളിയില്ല. നോ കോയമ്പത്തൂർ, നോ കുട്ടേട്ടൻ. ഓക്കെ, പണം പങ്കുവെച്ച് കളിക്കുന്ന ഒരു മണി ഷെയർ പരിപാടിയുണ്ട്. 2 ഓപ്ഷൻ അല്ലെ ഒരു ഡൗട്ട് തോന്നുന്നു. ആൻസർ ഡൗട്ട് തോന്നിയാൽ 2 ഉത്തരത്തിൽ പണം പങ്കുവെച്ച് കളിക്കാം. പക്ഷെ അവിടെയും തെറ്റിയാൽ 20,000. ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിടി കിട്ടുന്നില്ല. വാട്ട് ഈസ് യുവർ ഡിസിഷൻ? പിന്മാറാൻ തീരുമാനിച്ചോ? ഉള്ള കാശ് കളയേണ്ടതാണോ? അതെ. കൂട്ടുകാരികള് ഹോസ്റ്റലിൽ കയറത്തില്ല അല്ലേ? ഓക്കെ, ഇപ്പൊ എന്തോ കൂട്ടുകാരികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത്? 1 ലക്ഷം രൂപ എങ്ങനെയാണ് ഉണ്ടല്ലോ കയ്യിൽ. അപ്പൊ പിന്നെ തീരുമാനിച്ചാൽ മതി. ആവശ്യമില്ല ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അവരവിടെ ചെന്ന് കയറുമ്പോ അല്ലേ? ഇപ്പൊ കണ്ടോണ്ടിരിക്കുക എല്ലാരും അവിടെ ഇരുന്നോ കേട്ടോ. ഓക്കെ, അത്യാവശ്യം സംഭവമായിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഗോപികാജി താങ്കൾ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു. ബാക്കിയുണ്ട് 1 ലക്ഷം രൂപ ഇപ്പോൾ ബാക്കിയുണ്ട്. ഇനി ഒരു ഉത്തരം ഫ്രീ ആയിട്ട് അങ്ങ് പറഞ്ഞു. ഈ വിയറ്റ്നാം. അതിന് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കേണ്ടി വരും. ഇതിന്റെ ഉത്തരവല്ല. ഓക്കെ, ഓപ്ഷൻ എ ദക്ഷിണ കൊറിയയാണ് ശരി ഉത്തരം. സൗത്ത് കൊറിയ 2002 വേൾഡ് കപ്പിലാണ് 2 രാജ്യങ്ങളിലുമായിട്ട് നടന്നു. ജപ്പാനിൽ നടന്നു, ദക്ഷിണ കൊറിയയിലും നടന്നു. ഉത്തര കൊറിയയാണ് നമ്മൾ മറക്കത്തില്ല. അവിടെ ഒരു സ്വേച്ഛാധിപതിയുണ്ട് നോർത്ത് കൊറിയയിൽ. അപ്പൊ എന്തായാലും താങ്കൾക്ക് 1 ലക്ഷം രൂപ കയ്യിലുണ്ട് കേട്ടാ. ഇനിയിപ്പം നമുക്ക് വിജയത്തിന്റെ കിരീടത്തിൽ നിന്ന് ഇറങ്ങി ഒന്ന് താഴോട്ട് പോണ്ടേ? ഓക്കെ, ഇനി താഴോട്ട്. കുട്ടേട്ടാ സഹായിക്കൂ. ഗോപിക, അപ്പൊ നമ്മള് 1 ലക്ഷം രൂപ ചെക്കപ്പെട്ടു. വരൂ വരൂ, വാങ്ങൂ. ഓക്കെ, ഇത് സർട്ടിഫിക്കറ്റിന്റെ കൂടെ വെച്ചോണം. നമ്മുടെ +2 സർട്ടിഫിക്കറ്റ് ഇല്ലേ, എന്റെ കൂടെ വെച്ചോണം. ഇതിൽ പങ്കെടുത്തതിനാ. അപ്പൊ ഗോപിക നമ്മൾ കാണും. പാലക്കാട് മെഡിക്കൽ കോളേജിൽ വരാം. ഓക്കെ, റെഡി. അപ്പൊ പ്രൊഡക്ഷൻ ട്രൂ ആയി വിളിക്കണം. ഓക്കെ, താങ്ക് യു. ഇതാണ് വഴി പാലക്കാട്. പെട്ടിമുടിയിലെ ലൈൻ കെട്ടിടത്തിൽ ഉറങ്ങിക്കിടന്ന കുറേ ആളുകളുടെ മേളിലേക്ക് ഒരു മല ഇടിച്ചിറങ്ങിയതുപോലെയുള്ള അനുഭവമാണ് അന്ന് രാത്രിയിൽ ഉണ്ടായത്. 24 പേർ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി. ഞാനന്ന് ഈ വാർത്ത 24 വായിക്കുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു പോയി. 24 ബന്ധുജനങ്ങൾ തന്നെ ഒരു വീട്ടിൽ നിന്ന് നഷ്ടപ്പെടുക. അത്തരമൊരു ദുരന്തം പേറി. എന്നാൽ ജീവിതത്തിൽ ഇനി വേറെ ഒന്നും ആലോചിക്കാനില്ലാത്ത പോലെ മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ഇന്ന് നമ്മുടെ മത്സരാർത്ഥി. ഗോപികാജിക്ക്
നല്ല ഭാവി നമ്മൾ ആശംസിക്കുന്നു. മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.